أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد كل بدعة ضلالة اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يقل له كفوا أحد. ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ആദരണീയരായ കാരണവന്മാരെ, ജോലിയാവശ്യാർത്ഥം ഇവിടെ എത്തി കിട്ടാവുന്ന സമയം അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുവാനും ആ മതത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ആഗ്രഹിക്കുന്ന ഈ സദസ്സിലെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലാവസ്ഥ മാറി മാറി വരുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ അല്ലാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹമായി റിയാദിലെ ഈ പ്രത്യേക സംവിധാനമുള്ള ഈ സ്ഥലത്ത് ഇരുന്ന് ചില വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ കേട്ട് മനസ്സിലാക്കി കൂടുതൽ ശ്രദ്ധിക്കുവാനും ശ്രവിക്കുവാനും വേണ്ടി കാതോർക്കുന്നൊരു സദസ്സിന്റെ മുമ്പിലാണ് മലയാളികൾക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ദഅവത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഭൗതികമായ ലാഭേച്ഛകളില്ലാതെ വരാനിരിക്കുന്ന ലോകത്തിലെ മഹനീയമായ സ്ഥാനമാനങ്ങളെയും അല്ലാഹു നൽകുന്ന അപാരമായ അനുഗ്രഹങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളും പ്രതികൂല സന്ദർഭങ്ങളുമെല്ലാം മറികടന്ന് അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് അവന്റെ വജ്ഹ് നാളെ കാണാൻ കൊതിച്ച് മോഹിച്ച് അഭിലഷിച്ച് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചു സംഘമാണ് നാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയത്തെയാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ സൂചനാത്മകമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല ഭൂമിയിലേക്ക് മനുഷ്യലോകത്തെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയും ഈ പ്രപഞ്ചവുമൊക്കെ ഉണ്ട്. ആകാശത്തിൽ വെട്ടിത്തിളങ്ങിക്കാണുന്ന നക്ഷത്രങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ച് മനുഷ്യകുലത്തെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞുവിടുകയാണ്. ആദ്യ പിതാവായ ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഭാര്യ ഹവ്വാഇന്റെയും ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഭൂമിയിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളെ നാം ഓർക്കണം. ഈ ഭൂമിയിലേക്ക് നമ്മെ അതല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളെ പറഞ്ഞുവിട്ടതിന്റെ പിന്നിൽ
ചില താല്പര്യങ്ങളുണ്ട് എന്നല്ല, അള്ളാഹുവിന് താല്പര്യങ്ങളുണ്ട്. അത് മറച്ചുവെച്ച താല്പര്യമല്ല, കൃത്യമായി മനുഷ്യലോകത്തോട് അറിയിച്ചതാണ്. ഇത് കേവലം വളരെ തുച്ഛവും നൈമിഷികവുമായ ഒരു ജീവിതം മാത്രമാണ് എന്ന് മനുഷ്യർക്ക് തന്നെ അറിയാം. അവന് ശ്വസിക്കുവാനുള്ള വായുവും വെളിച്ചവും അവന് കുടിക്കാനുള്ള വെള്ളവും ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഒരുക്കി വെച്ച് മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന് ഭൂമിയിലേക്ക് അവനെ വിടുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളും ശാസ്ത്രീയ വശങ്ങളും അടുത്തുനിന്നും ദൂരെ നിന്നും തൊട്ടുനോക്കിയും കേട്ട് മനസ്സിലാക്കിയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു പോയിന്റ് കൂടിയാണ്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനം, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തികും ഖൽഖൻ മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. 3 അന്ധകാരങ്ങൾക്കുള്ളിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറക്കുള്ളിൽ അവനാണ് നിങ്ങളെ സംവിധാനിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു പ്രദേശത്ത് ജനിച്ചു വളരാൻ അവസരം ലഭിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്ന് ഓതിക്കൊടുക്കുമ്പോൾ, ഇന്നിന്റെ കാലത്ത് ഇവിടെ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ അക്കാലഘട്ടത്തിൽ എന്തായിരിക്കും ഇവിടുത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. അക്കാലഘട്ടത്തിൽ മനുഷ്യലോകത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറയെക്കുറിച്ചുള്ള സംസാരം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുമ്പോൾ അതൊരു മഹാത്ഭുതമായി സ്വഹാബ കിറാം കേട്ടിട്ടുണ്ടാകും. എന്റെ വിഷയം അവിടേക്ക് കൊണ്ടുപോകാനല്ല. സുഹൃത്തുക്കളെ, ഭൂമിയിൽ ജനിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു. അത് എത്ര കാലമെന്ന് നമുക്കാർക്കും അറിയില്ല. ഇവിടേക്ക് നമ്മെ പറഞ്ഞുവിട്ടതിന്റെ പ്രധാന ലക്ഷ്യം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗം എന്ന് പറയുന്ന വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് ഖുർആൻ തറപ്പിച്ചു പറഞ്ഞു. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ജിന്നുവർഗത്തെയും ഞാൻ സംവിധാനിച്ചിട്ടില്ല. എല്ലാ ജിന്നുവർഗങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ്. എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഇല്ല എന്നാണ്. പക്ഷെ ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലും ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ അണ്ടഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ഒരു ശക്തിയെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും ഉണ്ട്. ഇന്നലകളിൽ ഇസ്ലാമിന്റെ പാതയിലേക്ക് കയറി വന്ന എത്രയോ ഇന്ന് മുസ്ലിങ്ങളായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അമുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്റെ മനസ്സിൽ ആദ്യമേ ഒരു ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള ആലോചനയുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ എന്റെ ഹൃദയത്തിൽ ഏകനായ ഒരു ശക്തിയെക്കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയും ആലോചനകളും ഉണ്ടാകാറുണ്ട്. ഈ ഭൂമിയിലേക്ക് പിറന്നു വീടുന്ന ഓരോ മനുഷ്യന്റെ ആത്മാവുകളോടും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് ചോദിച്ചിട്ടുണ്ട്. അത് ഖുർആൻ സ്ഥിരപ്പെടുത്തിയതാണ്. അപ്പൊ ഈ ഭൂമിയിലേക്ക് വന്നതെന്തിനെ? അള്ളാഹുവിനെ ആരാധിക്കാനാണ്. എത്ര കാലം ജീവിക്കുമെന്നറിയാത്ത മനുഷ്യരോട് അവൻ ആരാധിച്ച് അവൻ കാണിച്ചു തന്ന സന്മാർഗത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. 2 പാതകൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിച്ചു വെച്ചു. വഹദൈനാഹുൻ നജ്ദൈൻ, 2 മാർഗങ്ങൾ. ഒന്ന് സുതാര്യതയുടെ, സുവ്യക്തതയുടെ, തെളിച്ചമുള്ള, വെളിച്ചമുള്ള, വ്യക്തതയുള്ള ഋജുവായ പാതയാണ്. ഒന്ന് അധർമ്മത്തിന്റെയും അനീതിയുടെയും അസത്യത്തിന്റെയും അക്രമത്തിന്റെയും അള്ളാഹു വെറുക്കുന്നതിന്റെയും പാതയാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ മുമ്പിലും ബലാത്കാരമില്ല. ഓ നബിയെ ഫദക്കിർ, താങ്കൾ ഉത്ബോധനം നടത്തണം. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഉത്ബോധനം നടത്തുന്ന ഒരു പ്രവാചകനാണ്, വ്യക്തിയാണ്.
അതാണ് അല്ലാഹു തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫർ. തിരിഞ്ഞു പോകുന്നവൻ അവഗണിക്കുന്നവൻ പോവട്ടെ, അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് ഞാനാണ്, അവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതും ഞാനാണ്, അവരെ വിചാരണ നടത്തേണ്ടതും ഞാനാണ്. അതുകൊണ്ട് ബലാത്കാരമില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ, ബലാത്കാരമില്ല. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിയപ്പോ 3 ലക്ഷത്തിലധികം വീടുകൾ ഇന്ന് നമ്മുടെ പ്രവർത്തകന്മാർ സജീവരായ സക്രിയരായ അല്ലാഹുവിന്റെ പ്രീതിയും കൂലിയും അവന്റെ വജ്ഹ് നാളെ കാണാൻ കൊതിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട പ്രവർത്തകന്മാർ കയറി ഇറങ്ങിയപ്പോ പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നത്. ഓരോ വീട്ടിലും വാതിൽ ചെന്ന് മുട്ടി വിളിച്ച് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബെല്ലടിച്ച് അവിടെ അനുവാദം ചോദിച്ച് വീടിന്റെ ഉമ്മറപ്പടിയിൽ അതല്ലെങ്കിൽ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറിയിരുന്ന് ഹാളിലേക്ക് കയറിയിരുന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ സുതാര്യമായി പരിചയപ്പെടുത്തുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീര് ഒറ്റി വീഴുന്നത് സന്തോഷത്താൽ വല്ലാത്ത അനുഭൂതിയായി നമ്മൾ കാണുന്നതും അറിഞ്ഞതുമാണ്. ഇത് ഞങ്ങളോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തരാൻ പറ്റിയില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടവർ കൂടിയാണ് നമ്മളൊക്കെ, അല്ലേ? അത് വേറൊരു വിഷയമാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മുമ്പ് അറിയിച്ചു തന്നില്ല എന്ന ചോദ്യം ചില വീടുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. പ്രോഫ്കോൺ എന്ന് പറയുന്ന പ്രോഗ്രാം കഴിഞ്ഞ് ബസ് തിരിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ അനുഭവങ്ങൾ പറയാൻ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരു അമുസ്ലിം കുട്ടി എഴുന്നേറ്റ് നിന്ന് കരയുകയാണ്. മൈക്രോഫോൺ കയ്യിൽ പിടിച്ച് ആ കുട്ടി കരയുകയാണ്. എന്താണ് നീ കരയുന്നത് മോനെ, പറയൂ, നിനക്ക് പറയാനുള്ള അനുഭവം പറഞ്ഞോളൂ എന്ന് പറയുമ്പോ നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് ഇത്രയും കാലം ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, അറിയാൻ പറ്റിയില്ലല്ലോ. നിങ്ങളൊക്കെ പാരമ്പര്യമായി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമിന്റെ ആദർശത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനും ഏകനായ ദൈവത്തെ ആരാധിക്കുവാനും ഏകനായ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് സർവ്വതും സമർപ്പിക്കുവാനും പറ്റിയ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് പ്രിയപ്പെട്ടവരെ, ആ ബസിന്റെ ഉള്ളിലിരിക്കുന്ന കുട്ടികളോട്, അതേ സഹവിദ്യാർത്ഥികളോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്ന രംഗം നമുക്ക് വലിയ കുളിർമ നൽകുന്നുണ്ട്, പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഞാനിത് എന്തിനാണ് ഈ രംഗം കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചത്? നമ്മൾ വിശ്രമിക്കേണ്ടവരല്ല. ഒരാദർശത്തിന്റെ നിഷ്കളങ്കമായ ഒരു ആദർശത്തിന്റെ മുഖമുദ്ര പ്രിയപ്പെട്ടവരെ ചർച്ച ചെയ്യുമ്പോൾ അത് നെഞ്ചിലേറ്റേണ്ടവരും അത് വഹിക്കേണ്ടവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടവരും ബലാത്കാരമില്ലാതെ, പ്രലോഭനങ്ങളില്ലാതെ, ആർദ്രതയോട്, അനുകമ്പയോട്, വാത്സല്യത്തോട്, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ ഓർമ്മപ്പെടുത്തേണ്ട ഡ്യൂട്ടി നമുക്കുണ്ട് എന്ന് എന്റെ ആമുഖത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അള്ളാഹു നമുക്ക് തന്ന ഭാഗ്യം മഹാഭാഗ്യമാണ്. ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ട് സുഹൃത്തുക്കളെ? 720 കോടി മനുഷ്യർ ലോകത്തുണ്ട്. അതിൽ മുസ്ലിങ്ങളായി എത്ര കോടി മനുഷ്യരുണ്ട്? അതിൽ ഒരു ഫിൽട്രേഷൻ നടന്ന് തൗഹീദുള്ളവർ എത്രയുണ്ട്? തൗഹീദുണ്ട് എന്ന് പറയുന്നവരിൽ തന്നെ അതിന്റെ കൃത്യമായ മനഹജ് അനുസരിച്ച് പോകുന്നവർ എത്ര പേരുണ്ട് എന്ന പരിശോധന നടത്തുമ്പോൾ ഞാനും നിങ്ങളും വലിയ ഭാഗ്യവാന്മാരാണ്. ചില്ലറ കാര്യമല്ലത്. ഏറ്റവും വലിയൊരു സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്, ഇല്ലേ? അതിന് നന്ദി കാണിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ഓർമ്മ ഉണ്ടാകാനാണ് ഞാൻ ഇങ്ങനെ ഒരു ആമുഖം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഈ ഭൂമിയിലുള്ള സർവ്വതും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അല്ലാഹു. ഖുർആൻ തന്നെ അത് പരാമർശിച്ചു, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ പാറ്റകളും പറവകളും തേളുകളും വണ്ടുകളും പാമ്പുകളും പന്നികളും പട്ടികളും എല്ലാ ജീവജാലങ്ങളും സസ്യലതാദികൾ, പ്രിയപ്പെട്ടവരെ കാനനത്തിൽ ഗർജിക്കുന്ന സിംഹവും അതേ തിമിംഗലങ്ങളും എല്ലാം ചെറുതും വലുതുമായ ആനയെ പോലെയുള്ള വലിയ ജീവികളും ചെറുതും വലുതുമൊക്കെ നമുക്ക് വേണ്ടിയാണ്. പട്ടി നമുക്ക് വേണ്ടിയാണ്, പന്നി നമുക്ക് വേണ്ടിയാണ്, ഭക്ഷിക്കാനല്ല. ഈ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കുവാൻ ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന മൃഗങ്ങളും ജന്തുക്കളും പ്രാണികളും ആവശ്യമാണ് എന്ന് ലോകം മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്, ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഖുർആൻ പ്രയോഗിച്ചത്, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. അത് സംവിധാനിച്ചതാരാ? ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു. ഫിർഔൻ എന്ന് പറയുന്ന ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്ന ഫിർഔന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി ചെല്ലുമ്പോ അതേ അവിടുന്ന് ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നു.
എന്തായിരുന്നു ചോദ്യം? ആരാണ് നിങ്ങളുടെ റബ്ബ്? മറുപടി കൊടുത്ത ഉടനെ റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങൾ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക മാത്രമല്ല, പിന്നെയോ സൃഷ്ടിപ്പിന് ശേഷം അതിനു വേണ്ട, അതല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്ന ആ കൃത്യം നിർവഹിച്ച അതേ റബ്ബ് തന്നെ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ട മാർഗനിർദ്ദേശം നൽകി. കോടിക്കുഞ്ഞ് ഒരു പ്രത്യേക ശബ്ദം തള്ളക്കോടിയിൽ നിന്നുണ്ടാകുമ്പോ ചപ്പിന്റെ ഉള്ളിലേക്ക് ഒളിക്കുകയാണ്, കല്ലിന്റെ മറവിലേക്ക് മാറുകയാണ്, ഇലയുടെ മറവിലേക്ക് മാറുകയാണ്. ഇതൊരു അപകടത്തിന്റെ സൂചനയാണ് എന്ന് അമ്മയാകുന്ന തള്ളക്കോടിയിൽ നിന്നുണ്ടാകുമ്പോ മനസ്സിലാകാൻ പക്ഷി പോയി, പരുന്ത പോയി, കാക്ക പോയി, കടുകൻ പോയി, പ്രത്യേക ശബ്ദം വീണ്ടും ഉണ്ടാക്കുന്നു. ഒളിച്ചിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. അതാണ് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നാവുപരിക്കനായ മൃഗം പ്രസവിച്ച ഉടനെ കുഞ്ഞ് ഓടി രക്ഷപ്പെടുന്നു. ബയോളജിക്കൽ തിയറികൾ ലോകത്തിന് സമ്മാനിക്കുന്ന ജന്തുലോക വിദഗ്ധന്മാർ അത്ഭുതത്തോടുകൂടി ലോകത്തിന്റെ മുമ്പാകെ പറയുന്ന ഒരു കാര്യമാണത്. നാവുപരിക്കനായ റഫായ മുള്ള പോലെ നാവുള്ള മൃഗം പ്രസവിച്ച ഉടനെ അതിന്റെ കുഞ്ഞ് ഓടി ഒളിക്കുകയാണ് അമ്മയിൽ നിന്ന്. സാധാരണ നക്കാലികൾ നാവ് കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കാറുണ്ട്. പക്ഷേ ഈ മൃഗത്തിന്റെ കുഞ്ഞിനെ അതിന് കിട്ടുന്നില്ല. കാരണമെന്ത്? ഇതിന്റെ നാവ് മുള്ളുപോലെ പരിക്കനായ നാവാണ്. ആ നാവ് കൊണ്ട് ഈ കുഞ്ഞിനെ നക്കി തുടച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് പ്രസവിച്ച ഉടനെ കൈകാലുകൾ നിവർത്തി 2 ചാട്ടം ചാടി ഓടി രക്ഷപ്പെടുകയാണ്. കുട്ടിക്കാട്ടിൽ പോയി ഒളിച്ച് ചപ്പു ചവറുകളിൽ കിടന്ന് ഉരുണ്ട് കളിച്ച്, പ്രിയപ്പെട്ടവരെ പൊടിപടലങ്ങളിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് ശരീരത്തിൽ അടുക്കുകളെല്ലാം നീങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞ് അമ്മ പ്രത്യേക ശബ്ദമുണ്ടാക്കി കടന്നു വരുമ്പോ ആ തള്ളയുമായി മൃഗവുമായി കണ്ടുമുട്ടുകയാണ്. മഹാത്ഭുതമാണ്. അതാ പറഞ്ഞത് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. സൃഷ്ടിക്കുക മാത്രമല്ല, എന്നിട്ട് അതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകിയവൻ കൂടിയാണ് റബ്ബ്. അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന തൗഹീദിന്റെ വ്യത്യസ്തമായ ഇനങ്ങളാകുന്ന റുബൂബിയത്തിലേക്ക് ഈ രംഗങ്ങളിലൊക്കെ ഒരുപാട് വെളിച്ചം വീശാനുണ്ട്. അത് പഠിപ്പിക്കേണ്ട ഒരു സദസ്സല്ല ഇത്, അല്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ സുദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ മൃഗങ്ങളും നമ്മുടെ മുമ്പിൽ അത്ഭുതമാണ്. ബീവറും സാൽമൺ മത്സ്യങ്ങളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ജീവജാലങ്ങളും അവരുണ്ടാക്കുന്ന കൂടുകളും ഒരു 8 കാലി ഉണ്ടാക്കുന്ന അതിന്റെ കൂടുമൊക്കെ മഹാത്ഭുതമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എല്ലാറ്റിന്റെയും രഹസ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ ശ്രദ്ധാവായി അള്ളാഹുവിലേക്ക് മനുഷ്യലോകത്തെ എത്തിക്കുമല്ലോ. ഇതിൽ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു അമുസ്ലിം ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ, പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ആലോചന ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ അവരുടെ റൂമുകളിലോ അടുത്ത റൂമുകളിലോ താമസിക്കുന്നവർക്ക് ഒരു മെസ്സേജ് കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ലോകത്തിൽ ഒട്ടനവധി ആളുകൾ സുതാര്യമായ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചം ആഗ്രഹിക്കുന്നുണ്ട്, പഠനം ആഗ്രഹിക്കുന്നുണ്ട്. അന്വേഷണം നമ്മിൽ എത്തി നിൽക്കുന്ന എത്രയോ രംഗങ്ങൾ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാനാകും. നമ്മുടെ ഉത്തരവാദിത്വം, പ്രിയപ്പെട്ടവരെ, നാം നിർവഹിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല അവനെ മനസ്സിലാക്കി തരാൻ, അവൻ ആരാണെന്ന് പഠിപ്പിക്കാൻ, അവനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കാൻ, അവനെ എങ്ങനെ ആരാധിക്കണമെന്ന് കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാൻ അല്ലാഹു നിശ്ചയിച്ചതാണ് പ്രവാചകന്മാർ, അല്ലേ? ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുന്നിലേക്ക് റഹ്മത്തുല്ലിൽ ആലമീനായി കടന്നു വന്നു. ഇതേ നാടിന്റെ മറ്റൊരു വശത്ത് നിങ്ങൾ ആലോചിക്കണം, ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന, ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന, ജാഹിലിയ്യത്ത് എന്ന് പേര് വിളിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് പെണ്ണും കള്ളും യുദ്ധവും മതി എന്ന് പ്രഖ്യാപിച്ച ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക്, അയൽപ്പക്കത്തെ വീട്ടിലെ അല്ലെങ്കിൽ വളപ്പിലേക്ക് ഈ വൃത്തമൃഗം കയറി അവിടുത്തെ ചെടി ഭക്ഷിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം ഗോത്ര വൈരാഗ്യങ്ങൾ വെച്ച്, പരസ്പരം വൈരാഗ്യങ്ങൾ വെച്ച് യുദ്ധം നടത്തിയ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക്, ഞങ്ങൾ മരിച്ചാൽ മുന്തിരിയുടെ വള്ളിയുടെ ചുവട്ടിൽ ഞങ്ങളെ കുടിച്ചു മൂടണം, ഞങ്ങളുടെ എല്ലുകൾക്ക് അതിന്റെ നീര് വലിച്ചു കുടിക്കാമല്ലോ എന്ന് പാടിയവരും മോഹിച്ചവരുമായ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക്, എന്നിട്ട് കേവലം 23 വർഷക്കാലം കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ, ജീവിത മാതൃകയിലൂടെ, കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിലൂടെ, കൂടുതൽ ജീവിത തലങ്ങളിലൂടെ, പ്രാക്ടിക്കൽ തലങ്ങളിലൂടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ചരിത്രം നമുക്കറിയാം, അല്ലേ? പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്തുമൊക്കെ നമ്മെ അതിലേക്ക് ഒട്ടനവധി രംഗങ്ങളിലൂടെ വിളിച്ച് ഓർമ്മപ്പെടുത്തി ചരിത്രങ്ങൾ പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഉണ്ടല്ലോ സുഹൃത്തുക്കളെ? പിന്നെ എന്താണ് മുസ്ലിം സമുദായം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ചൊല്ലുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി പറയുന്ന മുസ്ലിം സമുദായത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് തെറ്റുകളും അപാകതകളും ഉണ്ടായത്? ആദ്യത്തെ റസൂൽ ലോകത്തിലേക്ക് വരാനുള്ള കാരണത്തെക്കുറിച്ച് തഫ്സീറുകൾ പറയുന്നത് എന്താണ്? ആദ്യമായി ലോകത്ത് ശിർക്ക് നടപ്പിലാക്കാൻ തുടങ്ങുകയും ശിർക്കിലേക്ക് ആളുകൾ എത്തി തുടങ്ങുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ആദ്യത്തെ റസൂൽ ലോകത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ നബി ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖന്മാരായ വ്യക്തിത്വങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഖബറുകളെ ഒരു പ്രത്യേകമായ കോർണറിലേക്ക് മാറ്റിവെച്ച് ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, അവരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട്, ഇല്ല ആരാധനയിലേക്കെത്താതെ ഈ നാട്ടിലെ മഹത്തുക്കളായ മനുഷ്യരായിരുന്നു ഇവർ, ഈ നാട്ടിലെ അറിയപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു ഇവർ, ഈ നാട്ടിലെ പണ്ഡിതന്മാരായിരുന്നു ഇവർ എന്ന് മാത്രം വിചാരിച്ച് ഖബറുകളെ വേർതിരിച്ചപ്പോ പിന്നീട് അവസാനം ആ സമുദായം, അവരുടെ പിൻഗാമികൾ, അവരുടെ തലമുറകളിലൂടെ മുന്നോട്ട് പോകുമ്പോ അവരുടെ പേരമക്കൾ അവസാനം ശിർക്കിലേക്ക് എത്തിത്തീരുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് അല്ലാഹു തആല ആദ്യമായി ആദ്യത്തെ റസൂലിനെ ലോകത്തിലേക്ക് അയക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കൊലപാതകമുണ്ട്, പക്ഷെ അന്ന് ശിർക്കില്ല. നിങ്ങൾക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന്റെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നാം പഠന വിധേയമാക്കുകയാണെങ്കിൽ അക്കാലഘട്ടത്തിൽ ശിർക്കില്ല. പിന്നെയോ അവിടെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശിർക്ക് ലോകത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു തആല മനുഷ്യലോകത്തോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ റസൂലിനെ നിശ്ചയിച്ച് ബോധവൽക്കരിക്കുകയാണ്. എന്താ പറഞ്ഞത്? പ്രവാചകന്മാർ ഓരോരുത്തരും വന്നപ്പോ ആ നാട്ടിൽ നിലനിൽക്കുന്ന ധാർമ്മിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ലിവാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ശബർഗരതി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? മാജിക്കിന്റെയും മായാജാലത്തിന്റെയും ഒരു ലോകത്തിലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. ഓരോ പ്രവാചകന്മാരും വരുന്ന പശ്ചാത്തലങ്ങളെ പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ പ്രത്യേക കാരണങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് എന്ന് സർവ പ്രവാചകന്മാരും ചോദിക്കുകയാണ്. എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. ഓ സമൂഹമേ, ഞാൻ അഭിമുഖീകരിക്കുന്ന ജനവിഭാഗമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല എന്നത് പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിക്കുകയാണ്, അല്ലെ? അവിടെ ഇങ്ങോട്ട് പോന്നാൽ അവസാനത്തെ പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് 6 നൂറ്റാണ്ട് പിന്നിട്ടിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. ഒരു വലിയ കാലയളവ് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണത്. അങ്ങനെ 6 നൂറ്റാണ്ട് പിന്നിട്ടതിനു ശേഷം കടന്നു വരുന്ന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോ ഒരു ജാഹിലിയത്തിലുള്ള ലോകത്തിനെയാണ് അഭിമുഖീകരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും മാറി നിന്ന് ഹിറ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാം, ആ ഗുഹയിൽ പോയി ഒറ്റയ്ക്കിരിക്കുകയും അതേ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന സന്ദർഭം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഓടിക്കതച്ചു വരുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ്, ആളുകളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന നിങ്ങൾ, ആളുകളുടെ പ്രയാസങ്ങളെ കണ്ടറിയുന്ന നിങ്ങൾ, ഒരിക്കലും നിങ്ങൾ അല്ലാഹു ബുദ്ധിമുട്ടിക്കുകയില്ല, നമുക്ക് ചോദിച്ചറിയാമെന്ന് പറഞ്ഞ് വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രത്തിന്റെ സന്ദർഭങ്ങൾ. എന്നിട്ടോ ആദ്യമായി മനുഷ്യലോകത്തെ അവിടെയുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ആളുകളോട്, ഈ മലക്കപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന ചോദ്യവുമായി ചോദിക്കുകയും മറുപടി കിട്ടുകയും ഒക്കെ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. കൂട്ടുകുടുംബങ്ങളുടെ മുമ്പിൽ, പ്രമുഖന്മാരുടെ മുമ്പിൽ, വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ആദ്യമായി ശാപത്തിന്റെ വാക്കുരുവിടുകയാണ് അബൂലഹബ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തിരിച്ചടിച്ചു, തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, നിനക്ക് നാശമെന്ന് ആ കൂട്ടുകുടുംബങ്ങളുടെ മുമ്പിൽ വെച്ച്, പ്രമുഖന്മാരുടെ മുമ്പിൽ വെച്ച്, പ്രബോധനത്തിന്റെ 1-ാം തീയതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ദിവസം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എതിർക്കുകയാണ്, അതും കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട ഒരാൾ. അതിനുശേഷം എത്ര എതിർപ്പുകൾ ഉണ്ടായി, എത്ര വെറുപ്പുകൾ ഉണ്ടായി, എത്ര പ്രയാസങ്ങൾ ഉണ്ടായി. പക്ഷേ അങ്ങനെ വെറുപ്പും പ്രയാസങ്ങളും ഉണ്ടാക്കിയ ആളുകൾക്ക് നേരെ പരിശുദ്ധ ഖുർആനിൽ ഒരു ശാപത്തിന്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. മറിച്ച് പ്രബോധനത്തിന്റെ 1-ാം തീയതി തന്നെ, പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ, അതും വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുവാനും പിന്നെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് അബൂലഹബ് നടത്തിയതിന് അല്ലാഹു മറുപടി കൊടുത്തു. എന്റെ വിഷയം അതല്ല. 1-ാം തീയതി തന്നെ എതിർപ്പുണ്ടായി, ഉണ്ടാകും. 1-ാം തീയതി തന്നെ എതിർപ്പുണ്ടായി, അതുണ്ടാകും. കാരണം ഷിർക്കോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ്
ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശവുമായി അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പഠിപ്പിക്കാൻ, അതും ഉലൂഹിയത്തിലെ തൗഹീദ് പഠിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനം, പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം, പരിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറായിലെ 74-ാമത്തെ വചനം. ഇതൊക്കെയായിരുന്നു ആ സമൂഹത്തിന്റെ മുമ്പിൽ അവർ ന്യായീകരണങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനം, പ്രിയപ്പെട്ടവരെന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നുണ്ട്, പിന്നെ എന്തിനു വേണ്ടിയല്ലാതെ. ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അല്ലാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ആരാധിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവാസികളെ, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ നമ്മുടെ ഉമ്മമാർ പറയുന്ന അതേ മറുപടി, ഞങ്ങൾ ഇവരിലേക്ക് ചെല്ലുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. മരണപ്പെട്ടു പോയ ബദരീങ്ങൾ എന്നറിയപ്പെടുന്നവർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉഹദീങ്ങളായി അറിയപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ, മറ്റ് യുദ്ധങ്ങളിൽ പങ്കെടുത്തവർ, ലോകത്തിന്റെ നാനാഭാഗത്ത് മഹത്തുക്കളായി ജീവിച്ച മഹാപുരുഷന്മാർ, അതുപോലെ തന്നെ വ്യക്തിത്വങ്ങൾ, അവരിലേക്ക് ആളുകൾ അടുത്തു പോകുമ്പോൾ നാട്ടിൽ പറയുന്ന ന്യായീകരണം എന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യ ലോകത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിച്ച ന്യായീകരണങ്ങളായിരുന്നെങ്കിൽ ഇന്നിന്റെ ലോകത്തും നമ്മൾ ഇതേ മറുപടി കേൾക്കുകയാണ്. കേൾക്കുന്നില്ല? നമ്മുടെ നാട്ടിൽ നിന്ന് അള്ളാഹുലേക്ക് അടുക്കാനാണ്, അല്ലാതെ ഇവരാരും പടച്ചോനൊന്നുമില്ല, ഇവരാരും അള്ളയൊന്നുമില്ല. പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവരിലേക്ക് ചെല്ലുന്നത് എന്ന് പാവപ്പെട്ട നിഷ്കളങ്കരായ ഉമ്മമാർ പറയുന്നു. പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒട്ടനവധി മനുഷ്യലോകമുണ്ട്, പണ്ഡിത ലോകമുണ്ട് എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ന്യായം എന്തായിരുന്നു? ചുരുക്കി പറയട്ടെ, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനമാണ്. ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ നടത്താനോ ഉപകാരം ചെയ്യാനോ ഉപദ്രവം വരുത്താനോ കഴിവില്ലാത്ത ഈ ആളുകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആരാധനയുടെ സ്വഭാവത്തിലേക്ക് എത്തിത്തീരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത്, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരാണ് എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന്. ആരാ ശുപാർശ ചെയ്യുന്ന ആളെ? പരലോകത്ത് കുബ്രയായ ശഫാഅത്തുണ്ട്, സുഗറയായ ശഫാഅത്തുമുണ്ട്. എന്താണ് കുബ്രയായ ശഫാഅത്ത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശഫാഅത്താണത്. ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും ആളുകൾ ചെന്നിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയണം, ഞങ്ങളെ ഒന്ന് വിചാരണ ചെയ്യാൻ ആവശ്യപ്പെടണം. ഈ തലയ്ക്ക് മുകളിൽ കത്തുന്ന സൂര്യനിതാ ഞങ്ങൾ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്, ഉൾക്കൊള്ളാനാകുന്നില്ല ഞങ്ങൾക്ക്. സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, ഒന്ന് വിചാരണ ചെയ്യാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടം കൂട്ടമായ ആളുകൾ പ്രവാചകന്മാരെ സമീപിക്കുകയാണ്. ഓരോ പ്രവാചകന്മാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോ, പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വേണ്ടി ചോദിക്കാൻ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു കൊടുത്ത ചാൻസ് നീട്ടിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ്. അല്ലാഹു തആല പറയും, ഇർഫഅ റഅസക്, തല ഉയർത്തൂ, സൽ, ചോദിക്കൂ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മത്ത്, അല്ലാഹുവേ എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രയാസപ്പെടുകയാണ്. ശരി, ഇന്ന് തന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു രംഗം നാളെ വരാനിരിക്കുന്നുവെന്ന്. ലോകത്തിലെ മെജോറിറ്റി വരുന്ന, ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിഭാഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല. യേശു ക്രിസ്തു എന്ന് കേൾക്കുമ്പോ, ഈസാ നബി എന്ന് കേൾക്കുമ്പോ ലോകത്തിലുള്ള സർവ്വ മുസ്ലിങ്ങളും അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പ്രാർത്ഥിക്കുന്നു. മുഹമ്മദ് മുസ്തഫ എന്ന് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുമ്പോ ലോകത്തിലെ ഭൂരിപക്ഷ വിഭാഗമായ ക്രൈസ്തവ ലോകം ഒരിക്കലും അത് പറയില്ല, ഇല്ലേ? അവരംഗീകരിക്കുകയില്ല. അവർക്ക് കിട്ടിയ പുസ്തകത്താളുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ തന്നെ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് ചേലാക്രമം നടത്തുന്ന ഒരു നാട്ടിൽ നിന്നും, ഒരു സ്വഭാവക്കാരിൽ നിന്നുമായിരിക്കും, തലപ്പാവണിയുന്ന നാട്ടിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ പേര് തന്നെ ഹിബ്രു ഭാഷയിലേക്ക് പരിവർത്തനം നടത്തിയാൽ മുഹമ്മദ് എന്ന അർത്ഥം കിട്ടുന്ന പേരായിരിക്കും ഒക്കെ സുദീർഘമായി പറയേണ്ടതാണ്. ഒക്കെ തെളിവുകൾ ലഭിച്ചിട്ടും വന്ന പ്രവാചകൻ അവർ അംഗീകരിച്ചില്ല. എന്നാൽ ജനകോടികളുടെ മുന്നിൽ വെച്ച് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുക്കുന്ന അംഗീകാരമാണത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ മുമ്പിൽ നടത്തുന്ന ശഫാഅത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അല്ലാഹു തആല വിചാരണയുടെ നടപടിക്രമങ്ങൾ ആരംഭം കുറിക്കുന്നത്. പിന്നെ സുഗറയായ ഒരു ശഫാഅത്തുണ്ട്,
അത് മുസ്ലിം ലോകത്തിന് എല്ലാവർക്കും അറിയാം. ആ ശഫാഅത്ത് എന്നിൽ നിന്നുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആർക്കാണ് ശഫാഅത്ത്? ആർക്കാണ് ശഫാഅത്ത്? അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ജീവിച്ചവർക്ക്. ലിമൻ, ആർക്ക് വേണ്ടിയാണ്? ലാ യുശ്രികു ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവർക്ക് വേണ്ടി. ഈ ന്യായീകരണങ്ങൾ പറയുന്നവർക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുമോ? സൂറത്തു ശുഅറാ അത്ഭുതകരമായിട്ടാണ് അവിടെ ചർച്ച നടക്കുന്നത്. ഉപകാരങ്ങൾ ചെയ്യുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർ കേൾക്കുമോ എന്ന് ചോദിച്ചപ്പോ അക്കാലഘട്ടത്തിലെ ജനവിഭാഗങ്ങളും അതിനു മുമ്പ് ജീവിച്ച മനുഷ്യലോകവും പറഞ്ഞ മറുപടിയാണ് ഖുർആൻ പറയുന്നത്. 26-ാം അധ്യായം സൂറത്തു ശുഅറായിലെ 71, 72, 73, 74 വചനങ്ങൾ. ആ 74-ാമത്തെ വചനം അവസാനിക്കുന്നത് ഖാലു, അവർ പറഞ്ഞു, ബൽ വജദിനാ ആബാഅനാ കദാലിക യഫ്അലൂൻ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഖാലു, അവർ പറയുകയാണ്, ബൽ, ഉപകാരം ചെയ്യുമോ, ഉപദ്രവമുണ്ടാക്കുമോ, പ്രാർത്ഥന കേൾക്കുമോ, അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. വജദിനാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ടത്, ഉപ്പാപ്പമാരെ കണ്ടത്, കാരണവന്മാരെ കണ്ടത്, വല്ലിപ്പമാരെ കണ്ടത് കദാലിക യഫ്അലൂൻ, ഇപ്രകാരം ചെയ്യുന്നവരായിട്ടാണ്. ഇതല്ലേ സത്യത്തിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും കേരളത്തിൽ ഓരോ ജില്ലകളിലുമുള്ള പാവപ്പെട്ട മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന മനുഷ്യ സമൂഹത്തിന്റെ നാവിലൂടെ കേൾക്കേണ്ടി വരുന്നത്, വല്ലിപ്പയിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്? നിങ്ങൾ പുതിയതുമായി വരികയാണോ? ഞങ്ങൾ പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ എതിർക്കുകയാണോ? അതാണ് അബൂലഹബ് ആദ്യഘട്ടത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. ഞങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പ്രദായത്തെ എതിർക്കാനാണോ താങ്കൾ വന്നത്? ഇതിനു വേണ്ടിയാണോ താങ്കൾ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ഇതേ ചോദ്യം ഇന്നും പ്രിയപ്പെട്ടവരെ 2015 ആധുനിക ടെക്നോളജികളെല്ലാം വികസിച്ചു നിൽക്കുന്ന, പുരോഗതി അതിന്റെ ഉത്തുംഗതയിൽ കയറി നിൽക്കുന്ന, ഇതൊരു ഇന്റർനെറ്റ് യുഗമാണ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുകയാണ് ഇതേ മറുപടി. കേൾക്കുന്നില്ലേ? ഈ 3 ന്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം, തഫ്സീർ എടുത്തിട്ട്. ആയത്തുകളൊന്ന് നമ്മൾ ഓർക്കണം മനസ്സിൽ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല അക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ ന്യായങ്ങളായി നമ്മളെ പഠിപ്പിച്ച സന്ദർഭങ്ങളാണത്. ഇന്നും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പുതിയ പ്രസംഗങ്ങളിൽ പോലും അല്ലാഹു തആല ഇടയാളന്മാരെ സ്വീകരിച്ചു, നമ്മൾ എന്തിന് ഇടയാളന്മാരെ സ്വീകരിക്കാതിരിക്കുന്നു എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ അത്ഭുതത്തോടു കൂടി കേൾക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വേണമെങ്കിൽ നേരിട്ട് ഖുർആൻ കൊടുക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു തആല ഇടയാളനെ ജിബ്രീലിനെ വെച്ചിട്ടാ കൊടുത്തത്. അല്ലാഹു ഇടയാളനെ ജിബ്രീലിനെ വെച്ചിട്ടാണ് അല്ലാഹു തആല എല്ലാ കഴിവുമുള്ള അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറായിട്ടും അല്ലാഹു ഇടയാളനെ വെച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇടയാളന്മാരെ സ്വീകരിക്കാതിരിക്കാൻ പാടില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കണം. നമുക്ക് മഹാന്മാരെ ഇഷ്ടമാണ്, ഔലിയാക്കന്മാരോട് ഇഷ്ടമാണ്, അമ്പിയാക്കന്മാരോട് ഇഷ്ടമാണ്. അവരോട് കൂറില്ലാത്തവർ, അവരോട് ഇഷ്ടമില്ലാത്തവർ, അവരോട് വെറുപ്പ് വെക്കുന്നവർ, നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവർ, അവർ പറയുന്നത് അനുസരിച്ചു പോകരുത് എന്ന് മനുഷ്യലോകത്തോട് വിളിച്ചു പറയുന്ന, കൃത്യമായി കാപ്പട്ടും കാണിക്കുന്ന ആളുകൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് തന്നെ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ ന്യായം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അത്ഭുതം. ഞങ്ങൾ അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഖുർആൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനാണെന്ന് പറഞ്ഞു. ഞങ്ങളെ പാരമ്പര്യം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എന്നതും ഖുർആൻ പറഞ്ഞു. ഞങ്ങളെ വല്ലിപ്പമാർ, അതെന്നെ പ്രയോഗം, വജദിനാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ടത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 3ഉം ഖുർആൻ പറഞ്ഞ ന്യായമാണ്. ഇതൊരു മുസ്ലിം പറയാൻ പാടില്ല, ഒരു സംഘടനയിൽപ്പെട്ടവരും പറയാൻ പാടില്ല. സുഹൃത്തുക്കളെ, മാത്രമല്ല അക്കാലഘട്ടത്തിൽ ജീവിച്ച മുശ്രിക്കുകളായ ആളുകളുടെ സ്വഭാവം എന്തായിരുന്നു? കീഴ്വണക്കം അല്ലാഹുവിനാക്കിക്കൊണ്ട് കപ്പലിൽ കയറി കഴിഞ്ഞാൽ ആത്മാർത്ഥമായി അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവത്തോടുകൂടിയാണ് ഖുർആൻ കാര്യം ഓർമ്മപ്പെടുത്തി തന്നത്. കപ്പലിൽ കയറി കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ്. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടാലോ ഇദാഹും യുശ്രികൂൻ, വീണ്ടും ശിർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ തുറന്നൊരു കാര്യം പറയട്ടെ, നാട്ടില് ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിന് ആരെ വിളിക്കാരോ? അല്ലാഹനെയല്ല. മക്കയിലെ ഈ പ്രദേശത്ത്, സൗദി അറേബ്യയിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ച മുശ്രിക്കുകൾ എന്നറിയപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവര് ഗൗരവമുള്ള വിഷയത്തിന് അല്ലാഹനെ വിളിച്ചത്. കപ്പലാടാൻ തുടങ്ങി, രക്ഷയില്ലാന്ന് കണ്ടാൽ എന്താ? ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കീഴ്വണക്കം,
ആത്മാർത്ഥമായി അല്ലാഹ് വിളിക്കും. രക്ഷപ്പെട്ടാൽ പിന്നെ തുടങ്ങും മറ്റേ പല ആളുകളെ വിളിക്കല്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ബസ് മറിയാൻ പോവാണ്, ഡ്രൈവർ പറഞ്ഞു കൺട്രോൾ പോയിട്ടുണ്ട്. ബസിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന വിളി അല്ലാഹ് എന്നല്ല, ബസിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന വിളി അല്ലാഹ് എന്നല്ല. പിന്നെയോ ഒരു പെണ്ണിനോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടോ നീ എന്ന് ചോദിക്കുമ്പോ ഇല്ല, റബ്ബാണ് സത്യം, വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല. നടക്ക് മമ്പറഞ്ചാരത്തിലേക്ക്, നടക്ക് ഏർവാടിയിലേക്ക്, അജ്മീറിലേക്ക്, മുത്തുപേട്ടയിലേക്ക്, നാഗൂരിലേക്ക്, ഇന്ന ശുഹദാക്കളുടെ ഖബറിന്റെ അടുത്തേക്ക് അവിടെ ചെന്ന് പറയണമെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത പെണ്ണാണെങ്കിൽ നിന്ന് വറക്കാണ്, ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. മനസ്സിലാണ്ടോ? നേരെ തിരിച്ചാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നേരെ തിരിച്ചാണ്. അക്കാലഘട്ടത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ശിർക്കിന്റെ അവകാശികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഗൗരവമുള്ള വിഷയം വന്നാൽ അവർ പേടിച്ചു വിറച്ച് അല്ലാഹ് എന്ന് വിളിക്കുന്നവരായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആളുകളെ സമീപിച്ചു, ഇടയാളന്മാരെ സ്വീകരിച്ചു, മഹത്തുക്കളായ ആളുകളുടെ ഖബറുകളെ തേടിപ്പോയി. ഇതൊക്കെ ചരിത്രം അംഗീകരിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതല്ലേ അവിടെ തൽബിയത്ത് പഠിപ്പിച്ചത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. നാട്ടിൽ കേൾക്കുന്ന വേറൊരു ന്യായം കറക്റ്റ് അല്ലേ? എന്താ അതിന്റെ അർത്ഥം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയുമില്ല അല്ലാഹ്. പിന്നെ ഇല്ല ശരീകൻ ഹുവ ലക, പങ്കാളിയുണ്ട്, ആ പങ്കാളി ഹുവ ലക, നിനക്കുള്ള പങ്കാളിയാണ്. തംലികുഹു വമാ മലക, ആ പങ്കാളിയുടെ സർവ്വ അധികാരവും ഉടമസ്ഥാവകാശവും നിനക്കാണ് റബ്ബേ. നീ കൊടുത്ത കഴിവെന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അതല്ലാതെ റബ്ബേ സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇതല്ലേ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവരൊക്കെ ആരാ? മഹത്തുക്കളല്ലേ, മഹാരഥന്മാരല്ലേ? അറിവില്ലായ്മ കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യ സമൂഹ സുഹൃത്തുക്കളെ ഈ തെറ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ദയനീയമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയ ചില സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ മുത്ത് മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കണ്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. മലക്കുകൾ വന്ന്, അതേ മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വന്ന് നിങ്ങൾ റൂഹ് പിടിക്കട്ടെയോ എന്ന് ചോദിച്ചു. നമ്മളോട് ചോദിക്കൂല, റസൂലുള്ളാഹിക്കുള്ള പ്രത്യേകതയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, അങ്ങനെ സമ്മതം കിട്ടി റൂഹ് പിടിക്കുകയാണ്. വേദന കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ വയ്യ. ആയിഷ ഇവിടെ വെള്ളപ്പാത്രം ഒന്ന് നനച്ചുകൊണ്ട് ആയിഷ എന്ന് നെറ്റിത്തടം. ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, എന്തൊരു അസഹ്യമായ വേദനയാണ് ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മുത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വേദന സഹിക്കുന്നതിന്റെ തൊട്ട് നിമിഷങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, വിറക്കുന്ന കൈകളുമായി അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാഹ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ഉത്സവപ്പറമ്പാക്കി മാറ്റരുത് അല്ലാഹ്. പറഞ്ഞില്ലേ? ഇതെന്തിനാ സുഹൃത്തുക്കളെ ഈ തൗഹീദ് മനസ്സിലാക്കിയ ആളുകളുടെ മുമ്പിൽ ഞാനിത് പറയുന്നത്? തസ്കിയത്തും തർബിയത്തും കുടുംബജീവിതവും സാമൂഹ്യ ബന്ധങ്ങളും സാമൂഹ്യ ജീവിതവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒട്ടനവധി ക്ലാസുകളും പരാമർശങ്ങളും നടന്നു, ഇനിയും ഇവിടെ വരാനിരിക്കുകയാണ്. മർമ്മപ്രധാനമായ ഈ തൗഹീദ് ലോകത്തിന്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ, നിഷ്കളങ്കമായി പറയാൻ, കാപ്പറ്റമില്ലാതെ പറയാൻ, കളങ്കമില്ലാതെ പറയാൻ, ആരുടെ മുമ്പിലും എഴുന്നേറ്റ് നിന്ന് ധൈര്യസമേതം പ്രഖ്യാപിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന കൊച്ചു സംഘമേ നമ്മളല്ലാതെ മറ്റാരുമില്ല. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോടല്ലാതെ ഒരു മലക്കുകളോടും ഒരു ജിന്നുകളോടും ഒരു പറവകളോടും ഒരു പക്ഷികളോടും ഒരു ജന്തുലോകത്തോടും ഇല്ല ഒരാളോടും ഈ പ്രാർത്ഥനയുടെ ദുആഇന്റെ ആരാധനയുടെ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് പോയിന്റ് വെച്ചു കൊടുക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ ധൈര്യസമേതം പ്രഖ്യാപിക്കുവാൻ, ആദർശനിബിഡമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളിതാ റെഡിയാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ, കളങ്കമില്ലാതെ പറയാൻ, ജാടകളില്ലാതെ പറയാൻ ധൈര്യമുള്ളവർ ഒരു കൊച്ചു സംഘമുണ്ടെങ്കിൽ നമ്മളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇത് ആത്മാർത്ഥമായ സംസാരമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പ്രഖ്യാപിക്കുന്ന ശൈലിയല്ല. കാരണം പ്രിയപ്പെട്ടവരെ, ഈ മക്കയിലെ അക്കാലഘട്ടത്തിൽ ജീവിച്ച മുശ്രിക്കുകളുടെ സ്വഭാവം അതിനുവേണ്ടിയാണ് പറയുന്നത്. അത് നമ്മുടെ പാവപ്പെട്ട ഉമ്മമാരിലേക്ക്, വാപ്പമാരിലേക്ക്, ജേട്ടന്മാരിലേക്ക്, അനിയന്മാരിലേക്ക് എത്തുന്നു. അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ പലരും പാടുപെട്ട് പടിയെടുക്കുന്നു. ഈ സമുദായത്തെ തെറ്റിലേക്ക്, അധർമ്മത്തിലേക്ക് കൊണ്ടുപോകാൻ കഷ്ടപ്പെട്ട് പടിയെടുക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഞാൻ പേര് പറയുന്നില്ല, ഞാനും ഇന്നാളും
ഇന്നാളും സിക്കന്ദരി തങ്ങളുടെ ഖബറടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അൽ ഹിക്കം ദർസ് നടത്തട്ടെ എന്ന്. അൽ ഹിക്കം ദർസ് നടത്തട്ടെ എന്ന്. എന്നിട്ട് എന്താ അവിടെ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞ എന്താ? ഞാൻ ചോദിച്ചത് ഖബറാളിയോട് തന്നെ, എന്നോ മരിച്ചുപോയ സിക്കന്ദരി തങ്ങളോടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിക്കാമെന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ചോദിച്ചാൽ കേൾക്കുമെന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ദർസിന്റെ സിലബസ് മാറ്റാനാ ചോദിക്കാൻ പോയത്. നിങ്ങൾക്ക് ദർസിന്റെ സിലബസ് മാറ്റിയിട്ട് വേറെ പുസ്തകം പഠിപ്പിക്കാൻ എന്നോ മരിച്ചുപോയ സിക്കന്ദരി തങ്ങളുടെ ഖബറടുക്കൽ ഞാൻ ചെന്നു എന്നും, അങ്ങനെ എന്നോട് ചില കണ്ടീഷൻ വെക്കുകയും എല്ലാ രാത്രിയും തഹജ്ജുദ് നമസ്കരിക്കാമെന്ന് ഉറപ്പു തന്നാൽ അതിന് സമ്മതം തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണം, മസ്തതഅതും, കഴിവിന്റെ പരമാവധി എന്നല്ല പറഞ്ഞത്. പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അൽ ഹിക്കം ദർസ് നടത്താൻ സമ്മതം തന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇത് പ്രഖ്യാപിക്കുന്ന ജനസമൂഹം അല്ലേ സുഹൃത്തുക്കളെ? ഈ മനുഷ്യലോകത്തിന്റെ മുമ്പിലാണ് നമുക്ക് ആദർശം പഠിപ്പിക്കുവാനുള്ളത്. ഈ സമൂഹത്തിന്റെ മുന്നിലേക്കാണ് നമുക്ക് ആദർശ പ്രബോധനവുമായി ഇറങ്ങിത്തിരിക്കുവാനുള്ളത്. ഇത് നിങ്ങൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്നുണ്ടോ? ഇത് നമ്മളല്ലാതെ മറ്റാരുണ്ട് സുഹൃത്തുക്കളെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുവാൻ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതെന്ന് പ്രഖ്യാപിച്ചു. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്, എന്റെ ഖബറിനെ ഉത്സവപ്പറമ്പാക്കി മാറ്റരുത്. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടുക്കൽ ഇന്ന് ആരാധന നടത്താൻ, റസൂലുള്ളാഹിന്റെ ഖബറിനോട് ആരാധന നടത്താൻ അവസരമില്ല. അവിടെ ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റാനും അവസരമില്ല. കോടികൾ 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 ഒരു ചന്ദനത്തിരി കത്തിക്കാൻ അനുവാദം തന്നാൽ, അവിടെ ഒരു നാണയത്തുട്ടെറിയാൻ അനുവാദം തന്നാൽ കോടികളുടെ കൂമ്പാരം ഉണ്ടാകുമായിരുന്നു അല്ലേ? നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്കറിയുമല്ലോ, ചേറ്റുവ നേർച്ച കഴിഞ്ഞിട്ട് കുറെ മാസങ്ങളും വർഷങ്ങളുമായി സ്ത്രീകൾ ഓടേണ്ടി വന്നു. ഇതുപോലെ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് ആന മതമിളകി വന്നു, പാപ്പാനെ കുത്തിക്കൊന്നു. സ്ത്രീകൾ മതിലെടുത്ത് ചാടി ഓടേണ്ടി വന്നു. അവിടെ മഫ്ത നഷ്ടപ്പെട്ടു പോയി. അവിടെ വസ്ത്രം അർദ്ധനഗ്നരായി മാറേണ്ട അവസ്ഥയുണ്ടായി. എന്തിന്റെ പേരിലാ? ഒരു നേർച്ചയുടെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന നേർച്ച പറമ്പിലാണ് ആനക്ക് മതമിളകുന്നത്. വാദ്യമേളങ്ങളും കൊട്ടുകളും ആനക്ക് മതമിളകലും ആനയെ നോക്കിക്കൊണ്ടിരിക്കുന്ന പാപ്പാനെ കുത്തിക്കൊല്ലലും. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോട് തമാശയാക്കുകയായിരുന്നു പണ്ഡിതന്മാർ. അലം തറ കൈഫ ഫഅല റബ്ബുക. ഈ ആയത്തുകൾ സൂറത്തൊക്കെ ഓതിയിട്ട് ഈ സൂറത്തില് ഖബറിന്റെ അടുത്ത് കാലിനെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ച ആളുകളാ. ഈ സമൂഹത്തോടെ നമുക്ക് ദഅവത്ത് നടത്താനുള്ളത്, ഈ സമൂഹത്തോടെ നമുക്ക് പ്രബോധനം നിർവഹിക്കുവാനുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. ആരുടെ മേൽ? അലൽ യഹൂദി വൻ നസ്വാറ, ക്രിസ്ത്യാനികളുടെ മേൽ, ജൂതലോപികളുടെ മേൽ. കാരണം എന്താ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയവരാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റിയവരാണ്. ആര്? ജൂതലോപികൾ, ക്രൈസ്തവ ലോപികൾ. ഇന്നോ അറിയപ്പെട്ട മനുഷ്യർ പോയി മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവർ, ഇസ്ലാമിന്റെ അലാമത്തുണ്ട് എന്നറിയപ്പെടുന്നവർ, വേഷവിധാനങ്ങളിൽ ദീനുണ്ട് എന്ന് തോന്നുന്നവർ ഖബറുകൾക്ക് മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന ദയനീയമായ രംഗം നമ്മൾ കാണുകയാണ്. ഖബറിന് തൊട്ടുമുട്ടുന്ന രംഗം നമ്മൾ കാണുകയാണ്. പച്ചപ്പുതപ്പിന് തൊട്ടുമുട്ടാൻ മാത്സര്യബുദ്ധിയോടുകൂടി അവിടെ അതാ ഉന്തും തല്ലും നടക്കുന്ന രംഗം കാണുകയാണ്. കൊട്ടയിൽ പൂവുമായി ഖബറിലേക്ക് നടന്നു പോകുന്ന മുസ്ലിം സമുദായത്തെ കാണുകയാണ്. പാലക്കാട് ജില്ലയിലേക്ക് ചെന്നാൽ ഒരു വള്ളിയെ ആരാധിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ കാണുകയാണ്. കുട്ടിയില്ലാത്തവർ തൊട്ടിയുമായി വന്ന് വള്ളിയിൽ കെട്ടിയാൽ കുട്ടിയെ കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി വള്ളിക്ക് മുന്നിൽ ലയിന് നിൽക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ കാണുകയാണ്. അറിയാം നിങ്ങൾക്ക്, സൗദി അറേബ്യയിൽ നിന്ന് പാലക്കാടിന്റെ കഥ എന്തിനാ പറയണത്? നമ്മളൊക്കെ നാട്ടുകാരാണ്, കേരളക്കാരാണ്. ഒരു വള്ളിനാരാധിക്കുന്ന മുസ്ലിം സമുദായം എവിടെത്തി? കല്ലിനാരാധിക്കുന്നതൊക്കെ നിങ്ങൾ പഴയ ക്ലിപ്പുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ കുറേ പുതിയ കാര്യങ്ങളൊക്കെ പറയാണ്ട് ഒരു പഴഞ്ചൻ പ്രസംഗം നടത്താനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ബോധപൂർവം പറയണം, ബോധപൂർവമാണ്. ഒരു പഴഞ്ചൻ പ്രസംഗം, നമുക്ക് പഴയത് പറയാൻ, അതേ കൃത്യമായ തൗഹീദ് പറയാൻ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരു വള്ളിനാരാധിക്കുന്ന മുസ്ലിം സമുദായം, കല്ലിനാരാധിക്കുന്ന മുസ്ലിം സമുദായം, വലിയൊരു കല്ല് നിലത്ത് വീണ് കിടക്കുക, ഒരു കല്ല് നേരെ നിൽക്കുക, ആ കല്ലിൽ ചവിട്ടരുതെന്ന് എഴുതി വെക്കുക. രാത്രി പട്ടിക്കും പൂച്ചക്കൊക്കെ കയറാം, മനുഷ്യർക്ക് ചവിട്ടാൻ പാടില്ല. എന്നിട്ട് ആ കല്ലുമ്മ തൊട്ടുമുത്തുക, അവിടെ റിക്ഷ നിർത്തുക, അവിടെ വാഹനം നിർത്തുക, അവിടെ വെച്ച വെള്ളം കുടിക്കുക. ഇത് ചെയ്തത് മുസ്ലിം സമുദായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തുള്ളവർ ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമില്ല.
കേരളത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് യാത്ര ചെയ്ത് നോക്കൂ നിങ്ങൾ. കടുവപ്പള്ളി, ഭീമാപ്പള്ളി ഇന്ന് തുടങ്ങി ഓരോ നേർച്ചപ്പള്ളികളുടെ പേരുകൾ കേൾക്കുകയാണ്. 19 ശുഹദാക്കളുടെ നേർച്ചപ്പറമ്പുള്ള അതേ പിന്നെ കാസർഗോഡ് ചെന്ന് അവസാനിക്കുന്നത് വരെ എത്ര അള്ളാഹുവിനിഷ്ടമില്ലാത്ത കേന്ദ്രങ്ങളാണ് സുഹൃത്തുക്കളെ. അതാ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണനേരത്ത് പറഞ്ഞൊരു വാക്കെന്താ അറിയോ? അള്ളാഹുവിന്റെ കോപം ഇഷ്തദ്ദ ഗളബുല്ലാഹ്, അള്ളാഹുവിന്റെ കോപം കഠിനമാകട്ടെ ഇവരുടെ മേൽ. ആവർത്തിച്ചു പറഞ്ഞു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അവസാനിച്ചില്ല. ലാ തഖൂമുസ്സാഅ, ലോകം അവസാനിക്കില്ല, ലോകാവസാനം ഉണ്ടാവുകയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീന വഹത്താ യഅബുദുൽ ഔസാന. മുസ്ലിം സമുദായം എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ, ചില ഗോത്രങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി കൂടിച്ചേരാതെ ബിംബത്താരാധിക്കുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസല്ലേ? ബിംബാരാധന മുസ്ലിം സമുദായം തുടങ്ങുന്നത് വരെ മുശ്രിക്കുകൾ എന്നറിയപ്പെടുന്ന ആളുകളുമായി മുസ്ലിം സമുദായം ചേർന്ന് നിൽക്കുന്നത് വരെ ലാ തഖൂമുസ്സാഅ, ലോകം അവസാനിക്കുകയില്ല. അപ്പോൾ നടപ്പിലാവണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഇവിടെ പ്രിയപ്പെട്ടവരെ അത് സംഭവിക്കാനുള്ളതല്ലേ? അത് സംഭവിക്കണ്ടേ? ഇതാണ് സത്യത്തിൽ ഇന്ന് മുസ്ലിം സമുദായം എന്നറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കേണ്ടി വരുന്നത്, കാണേണ്ടി വരുന്നത്. അതിന് ദുർന്യായങ്ങൾ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഞാനൊരു നാടൻ സംസാരം മാത്രം നിർവഹിക്കാനാണ് ഈ സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ളത്. നിങ്ങൾ ബോധവാന്മാരാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഓതിക്കൊടുക്കുന്ന ആയത്ത് നമ്മൾ എത്രയോ തവണ കേട്ടതാണ്. അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ പഠനങ്ങൾ. കാരണം നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ വിഷയം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ പഠിക്കുക. ആദ്യത്തെ ഇൽമാണ്, ആദ്യം ഉണ്ടാവേണ്ടത് ഇൽമാണ്. ആ ഇൽമിന്റെ ബഹർ ഉണ്ടായിട്ടേ പറയാൻ പാടുള്ളൂ എന്നല്ല, ആദ്യം ഉണ്ടാവേണ്ടത് ഇൽമാണ്. ആ ഇൽമ കിട്ടിയാൽ ഉടനെ വൽ അമലു ബിൽ ഇൽമി, ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. പിന്നെയോ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദഅവതു ഇലൽ ഇൽമി വൽ അമലി, ആ ഇൽമിലേക്കും അമലിലേക്കും ആളുകളെ ക്ഷണിക്കുകയാണ്. പോരാ, അസ്സബ്റു അലൽ അദാ, ഉപദ്രവങ്ങളുടെ മേൽ ക്ഷമിക്കുകയാണ്. പറഞ്ഞു നോക്കൂ, നിങ്ങൾ തൗഹീദ് വെട്ടി തുറന്ന് പറഞ്ഞു നോക്കൂ. ആളുകൾ എതിർക്കും, കൂക്കി വിളിക്കും. നിങ്ങളെ ഒരുപക്ഷെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെന്ന് വരും. പൂമാലകളും പൂച്ചെണ്ടുകളും കിട്ടിയില്ലെന്ന് വരാം, കയ്യടി കിട്ടിയില്ലെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, അത് സഹാബത്തിന്റെയും അമ്പിയാക്കന്മാരുടെയും ചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചതാണ്, ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക, സമൂഹത്തിന്റെ മുമ്പാകെ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക. ശ്രമിക്കുന്നു, നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പരിശ്രമങ്ങൾ നമുക്ക് അവസാനിപ്പിക്കുവാനോ അതല്ലെങ്കിൽ കുറച്ചൊക്കെ മതി എന്ന് തോന്നുവാനോ ഒരിക്കലും ഇവിടെ സാഹചര്യമില്ല എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം സമയം നമുക്ക് വളരെ കുറവാണ്, കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുദീർഘമായ സംസാരം ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ മറ്റേതെങ്കിലും സമയത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറയുകയാണ്. അല്ലാഹു മാത്രം, അതാണ് ചർച്ചയുടെ മർമ്മം. അവനോട് മാത്രം പ്രാർത്ഥനകൾ, ആരാധനകൾ, ഇസ്തിഗാസ, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, നേർച്ചകൾ, വഴിപാടുകൾ, അർച്ചനകൾ എല്ലാം ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മാത്രം. തർക്കമില്ലല്ലോ. ശരി, ഈ മാത്രം കേട്ടാൽ ആർക്കാ ദേഷ്യം വരല്ലേ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനാണ് പറഞ്ഞത്, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹിറ വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തുൽ സുമർ 45-ാമത്തെ വചനമാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു പറഞ്ഞിരുന്നത് സുഹൃത്തുക്കളെ. ഈ ആയത്തുകൾ വിട്ടുപോയിട്ട് മറിക്കണം, തഫ്സീർ എടുത്ത് വായിക്കണം. 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 45-ാമത്തെ വചനം. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹു മാത്രമെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അല്ലാഹു മാത്രമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വേണ്ട വിശ്വാസമില്ലാത്തവർ, പരലോകത്തിൽ വേണ്ടതുപോലെ വിശ്വസിക്കാത്ത ആളുകൾ, പരലോകത്തിൽ ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവർക്ക് അസഹ്യത ഉണ്ടാവുകയാണ്, ദേഷ്യം വരും. ഇനിയോ അവർക്ക് ഇഷ്ടം കിട്ടണമെങ്കിലോ ദാ ഖുർആൻ തന്നെ പറയാ, വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ളവരെ പറ്റി നിങ്ങൾ പറഞ്ഞാൽ,
അല്ല മാത്രം എന്നത് ഒഴിവാക്കിയിട്ട് അള്ളാന്റെ കൂടെ എന്ന് നിങ്ങൾ മറ്റു ചിലരെ കൂടി ചേർത്ത് പറയാൻ നിങ്ങൾ റെഡിയായാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷപുളകിതരായി മാറും. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ പോലും ഈ രംഗത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. എവിടെ പറഞ്ഞത്? 39-ാം അധ്യായം സൂറത്ത് സുമറിൽ 45-ാമത്തെ വചനം. അല്ല മാത്രം എന്ന് പറഞ്ഞാൽ അതാ അസഹ്യത ഉണ്ടാവുകയാണ്. അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞാൽ അവർക്ക് പ്രിയപ്പെട്ടവരെ രോമാഞ്ചം ഉണ്ടാവുകയാണ്, സന്തോഷമുണ്ടാവുകയാണ്. ഇനി കേരളത്തിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. പടച്ചോനെ ഇല്ല എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ കേട്ടോ, അള്ളന്നല്ല എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ, അവർക്ക് പ്രശ്നമില്ല, എല്ലാവരും നിന്ന് കേൾക്കും. നന്നായിട്ട് അള്ളാനെ പരിഹസിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ എല്ലാവരും നിന്ന് കേൾക്കും. നമ്മൾ അള്ളാനെ മഹത്വപ്പെടുത്തും. അല്ല എങ്ങനെ അള്ളാനെ പരിചയപ്പെടുത്തി അതുപോലെ നമ്മൾ അള്ളാനെ പരിചയപ്പെടുത്തും. മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞോ അങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കും. പക്ഷേ ആർക്കെതിരെയാണ് എതിർപ്പുകൾ ഉണ്ടാകാറുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കെതിരെയാണ് എതിർപ്പുകൾ ഉണ്ടാകാറുള്ളത്, വെറുപ്പുകൾ ഉണ്ടാകാറുള്ളത്? എല്ലാ അമ്പുകളും തിരിച്ചു വച്ചിരിക്കുന്നത് എവിടേക്കാണ്? എല്ലാവർക്കും ശകാരിക്കാനുള്ളത് ആരെയാണ്? എല്ലാവർക്കും എതിർത്ത് തോൽപ്പിക്കാനുള്ളത് ആരെയാണ്? എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനുള്ളത് ഏതിനു നേരെയാണ്? അത് തന്നെയാണ് ഇവിടെയാണ് സത്യം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം 40 കൊല്ലം അല്ലമീനായി ജീവിതത്തിൽ ആളുകൾ പരിചയപ്പെടുത്തിയ മുത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമുദായത്തെ തന്നെയാണ് കാണുന്നത് 41-ാമത്തെ വയസ്സിലും. അതേ സമൂഹത്തോടാണ് പറയുന്നത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ കദ്ദാബ് കള്ളവാദി വന്നിരിക്കുന്നു, സാഹിർ മാരണക്കാരൻ വന്നിരിക്കുന്നു, അല്ലേ, മജ്നൂൻ ഭ്രാന്തൻ വന്നിരിക്കുന്നു. അല്ലമീൻ എന്ന് വിളിച്ച അതേ നാവ്, അല്ലമീൻ എന്ന് വിളിച്ച അതേ നാവ് കദ്ദാബ് എന്ന് വിളിക്കാൻ തുടങ്ങി, മജ്നൂൻ എന്ന് വിളിക്കാൻ തുടങ്ങി, ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി, സാഹിർ എന്ന് വിളിക്കാൻ തുടങ്ങി. അറിയോ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഒരു സൂക്ഷ്മത ഈ രംഗത്ത് വേണം. വിഷയങ്ങളൊന്നും പഠിക്കാതെ അങ്ങാടിയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു പറയണ്ട. ഞാൻ ഒറ്റ സംഭവങ്ങൾക്ക് മുമ്പിലൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മരണം നടന്നൊരു കുട്ടി ആത്തിഫ് ഇസ്മായിൽ, ഗ്രൂപ്പീസൊക്കെ തലയെ കയറിയിട്ട് ആളുകളുടെ മനസ്സ് മരവിച്ചു പോവുകയാണ്. ആത്തിഫ് ഇസ്മായിൽ എന്ന കുട്ടി മരിച്ചു. സജീവ പ്രവർത്തകനാണ് നമ്മുടെ MSMന്റെ. ആ കുട്ടി മരിച്ചപ്പോ ആ കുട്ടിയുടെ വേണ്ടപ്പെട്ട കുടുംബത്തിലോ അകന്ന കുടുംബത്തിലോ എനിക്കറിയില്ല, ഏതായാലും ആ നാട്ടിൽ അറിയപ്പെട്ട ഒരാൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സേജ് ഇടുകയാണ്, ആത്തിഫ് ഇസ്മായിലിന്റെ മരണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മെയിൻ റോഡ് കഴിഞ്ഞ് ഇന്ന റൂട്ടിലൊക്കെ പോകണം, അവിടെ ആളില്ലാത്ത സ്ഥലമാണ്, അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിച്ചാൽ മതി, മരണ വീട്ടിലേക്ക് എത്തിപ്പെടാം. ഇതായിരുന്നു മെസ്സേജ്. മരവിച്ചു പോയ മനസ്സിന്റെ ഉടമകൾ, അറിയോ, മരവിച്ചു പോയ മനസ്സിന്റെ ഉടമകൾ. ആരെ തോൽപ്പിക്കാനാണ് സുഹൃത്തുക്കളെ? അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മരണം സംഭവിക്കുമ്പോൾ വരെ ഇത്തരത്തിൽ ചിന്തിച്ചു പോകാൻ, എന്ത് തെറ്റു ചെയ്തു ഈ സമൂഹത്തോട്, എന്ത് കുറ്റം ചെയ്തു ഈ സമൂഹത്തോട്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചല്ലാതെ അതിന് വക്രീകരണം വരുത്തി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് തെളിവെടുത്ത് ഉദ്ധരിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, ആദർശം കൊണ്ട് തോൽപ്പിച്ചു കളയാനാവില്ല എന്ന് കാണുമ്പോഴാണ് സത്യത്തിൽ മറിമായങ്ങൾ മനുഷ്യർ കണ്ടെത്തുന്നത്. അല്ലേ, നമുക്കവരോട് വൈരാഗ്യമില്ല, വെറുപ്പില്ല. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഈ വിഷയം ഇനി ചർച്ചാ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിപ്പിക്കുവാനും വിഷയങ്ങളെ പഠിപ്പിക്കുവാനും സമയം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ പ്രാർത്ഥനയും യഥാർത്ഥ ദുആവും ആർക്കുള്ളതാ? പരിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിച്ചൊരു ഭാഗം കൂടി ഞാൻ കേൾപ്പിക്കട്ടെ. നമ്മൾ കുടുംബത്തിൽ പോയി പറഞ്ഞു കൊടുക്കണം, നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ പറയണം കേട്ടോ. നേരത്തെ പറഞ്ഞ ആയത്തൊന്ന് ഓതി നോക്കാൻ പോരാ, ഈ ആയത്തും കൂടി 13-ാം അധ്യായം സൂറത്ത് റഅദ് 14-ാമത്തെ വചനം. എന്ത്? അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഇസ്തിഗാസ നടത്തുന്ന കുടുംബത്തിലെ പലരും ഉണ്ടാകാം. അവരെ വിളിച്ചിട്ട് പറയണം, ഞാൻ നിനക്കൊരു ഉപമ ഖുർആനിൽ പറഞ്ഞത് നിന്നെ പഠിപ്പിച്ചു തരാം, ഓർമ്മപ്പെടുത്തി തരാം. ഞാൻ പഠിപ്പിക്കുകയല്ല, ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന ലഹു, അവനുള്ളതാണ്. വല്ലദീന യദ്ഉന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ. അല്ലാഹുവല്ലാത്തവരോട് ദുആ നടത്തുന്നവരുടെ ഉപമ ഖുർആൻ വിശദീകരിക്കുന്നത് എങ്ങനെ അറിയോ? വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്, വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. എന്തിനാ വെള്ളത്തിലേക്ക് കൈനീട്ടിയത്? ലിയബ്ലുഗ ഫഹ്
വായിൽ വെള്ളമെത്താനാണ്. ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അപ്പുറത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ 10 മീറ്റർ താഴെ 5 മീറ്റർ താഴെ വെള്ളമുണ്ട്. കുളത്തിന്റെ കരയിൽ നിന്ന്, കിണറിന്റെ കരയിൽ നിന്ന് ബക്കറ്റും കയറും സംവിധാനമൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ കൈ നീട്ടിയിട്ട് വെള്ളം വെള്ളം എന്ന് പറയാ. ഇതിലാറെ എളുപ്പത്തിൽ ഞാൻ എങ്ങനെ വിശദീകരിച്ചു തരാ? കുളവും കിണറൊന്നും ഖുറാനില്ല കേട്ടോ, അത് കാണിച്ചു തരാൻ അറിയരുത്. എന്നിട്ടാ ഖുർആൻ പറയുന്നത് വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. എന്തിനാ നീട്ടിയത്? വായിലേക്ക് വെള്ളമെത്താനാണ്. ഇല്ല, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. സത്യനിഷേധികളുടെ ദുആ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. പരിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്ത് റഅദ് 14-ാമത്തെ വചനം. എത്ര നല്ല ഉപമയാണ് സുഹൃത്തുക്കളെ അല്ലാഹു തആല കൃത്യമായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ടും മനസ്സിലാണില്ല. മുസ്ലിം സമുദായം ഏറ്റവും വലിയ ശിർക്ക് ചെയ്യാൻ ഇന്ന് അവരെ പ്രേരിപ്പിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാ? ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തർക്കല്ല വിഷയം. റസൂലുള്ളാഹി മരിക്കാൻ നേരത്ത് പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖബറു, ഖബർ കുമ്മായം അടിക്കുന്നത് നിരോധിച്ചു. സൗദി അറേബ്യയിൽ നമ്മൾ എന്തിനാ പറയുന്നത്? ഇത് സുഹൃത്തുക്കളെ നാട്ടുകത്തിക്കാനുള്ളതാണ്, മലയാളികളോട് സംസാരിക്കാനുള്ളതാണ് അല്ലേ? അൻ യുജസ്സൽ ഖബറു വയുബിന അലൈഹി വയുഖഅദ അലൈഹി, അതിന്റെ മേലെ കയറിയിരിക്കുന്നത് നിരോധിച്ചു. അതിന്റെ മേലെ കെട്ടിടമുണ്ടാക്കുന്നത് നിരോധിച്ചു. അതിന്റെ മേലെ കയറിയിരിക്കുന്നതും അതിന്റെ മേലെ എടുപ്പുണ്ടാക്കുന്നതും അതിൽ സിമന്റോ കുമ്മായമോ ഉപയോഗിക്കുന്നതും നിരോധിച്ചു. ഒരൊറ്റ ഹദീസിൽ തന്നെ 3 നിരോധനങ്ങൾ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടം വെക്കുന്നു എന്ന് പറയുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്യരുത് എന്ന് 3 കാര്യം പറഞ്ഞതും തള്ളി. നിങ്ങൾ ചിന്തിക്കണ്ടോ? ഒരു ഹദീസിൽ 3 കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു, ആ 3ഉം തള്ളി. സിമന്റ് അടിക്കും ഞങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സിമന്റ് ഉപയോഗിക്കരുതാണ്, ഞങ്ങൾ എന്തായാലും അത് ഉപയോഗിക്കും. അതിന്റെ മേലെ എടുപ്പുണ്ടാക്കരുത്, അതില്ലാതിരിക്കാൻ പറ്റൂല. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാർ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അവിടെ തന്നെ നിന്നു. ഞാൻ കൈക്കൊക്കെ നോക്കി എറിയാനാണോ അല്ല, അവിടെ തന്നെ നിന്നു. അവസാനം എന്നോട് ചോദിച്ചു, ഇങ്ങക്കുണ്ടാക്കിയ പോലെ ഒരു ജാറോ? പ്രസംഗം കഴിഞ്ഞപ്പോ എന്തിനാ അതിനെ എതിർക്കുന്നത് എന്ന്. സുഹൃത്തുക്കൾ, നാട്ടിലൊരു പ്രസംഗം നടത്തുന്ന ചെലവും കൂടി ഒരു ജാറുണ്ടാക്കാനേ 2 ചാക്ക് സിമെന്റ്, ഒരു കുടിച്ച മണല്, 10-15 കല്ല് ജാറായി. ആരത് പൊളിച്ചു നോക്കല്? ആരത് പൊളിച്ചു നോക്കല്? റോഡിന്റെ നടുക്ക എടപ്പാൾ ഭാഗത്തൊക്കെ എന്താ ഗവൺമെന്റ് നീക്കാത്തത്? അതൊക്കെ ഒരു മതത്തിന്റെ ആചാരാന്നാണ് ഗവൺമെന്റിന്റെ താല്പര്യം. അറിയോ? ഒരു അമ്പലം റോട്ടിൽ ഇറങ്ങിയ പൊളിക്കൂല, ചർച്ച് റോട്ടിൽ ഇറങ്ങിയ പൊളിക്കൂല. റോഡ് കുറച്ച് അങ്ങോട്ട് മാറ്റാന്നല്ലാതെ അമ്പലവും ചർച്ചും പള്ളിയൊന്നും പൊളിക്കാൻ പറയില്ല. റോഡിന്റെ നടുക്കാചാരം. അതിന് മാത്രമാണ് ഞാൻ കേരളത്തിൽ ചുമന്ന പുതപ്പിട്ടത് കണ്ടത്. അത് പെട്ടെന്ന് വണ്ടിക്കാർക്ക് കാണാനാ. നാട്ടിൽ പറയാ കമ്മ്യൂണിസ്റ്റ് ജാറാണ്. മനസ്സിലായോ? എന്താ ഗവൺമെന്റ് പൊളിക്കാത്തത്? ആരതൊക്കെ തുറന്നു നോക്കാറുള്ളത്? ആരതിന് അന്വേഷണം നടത്താറുള്ളത്? ഇതിനെവിടെ ടാക്സ് കൊടുക്കാറുള്ളത്? ഉണ്ടോ? ഇതിനുള്ള ചെക്കിംഗ് ഉണ്ടാവാറുണ്ടോ? ഒന്നുമില്ല. ഒരു ചെലവില്ലാതെ. ഞാനിത് ഒരു തമാശക്ക് വേണ്ടി പറയല്ല. അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച 3 കാര്യങ്ങൾ: കെട്ടിപ്പൊക്കരുത്, കയറിയിരിക്കരുത്, സിമന്റ് ഉപയോഗിക്കരുത്. 3ഉം നേരെ തിരിച്ചുപയോഗിച്ചു. ഉപയോഗിച്ചില്ലേ? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകുന്ന മരുമകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. രൂപങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞു. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഖബറുകളെ തട്ടിസമമാക്കണം. പൊന്തി നിൽക്കുന്ന ഖബറുകളെ തട്ടിസമമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുമകനെ വിളിച്ചിട്ട്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മുസ്ലിം സമുദായത്തിന് തെളിവില്ലാത്തത് കൊണ്ടാ. അപ്പോ എവിടെയോ ഒരു വാശിയിൽ, എവിടെയോ ഒരു പ്രിയപ്പെട്ടവരെ ഒരു കടുത്ത വൈരാഗ്യത്തിൽ, ഏതൊക്കെയോ സമുദായത്തോടും സംഘടനയോടും ഗ്രൂപ്പിനോടുമുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഇല്ല, കാര്യങ്ങളെ തീരുമാനിക്കരുത്. ഇവിടെ ഇരിക്കുന്ന സലഫി പ്രവർത്തകന്മാരോടും അനുഭാവികളോടും ഈ സംസാരം കേൾക്കാൻ വന്നവരോട് പറയാനുള്ളത്, അല്ലാഹു തആലയുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനമാണ്: ജൂതലോപികൾ പിരിഞ്ഞു പോകും, ക്രൈസ്തവ ലോപികൾ പിരിഞ്ഞു പോകും, 71 72 വിഭാഗങ്ങളായി പിരിയും. എന്റെ ഉമ്മത്തും 73 കക്ഷികളായി പിരിയും. പ്രശ്നങ്ങൾ ഉണ്ടാവും, സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാനിനി ഒന്നിക്കില്ല. നാട്ടിലൊക്കെ ആളുകൾക്ക് ഇപ്പൊ നല്ല എളുപ്പാ, ഒരു കലക്ഷൻ കൊടുക്കണ്ട, ആദ്യം പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. കേട്ടോ, ഒരു പരിപാടി കേൾക്കണ്ട, നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ചില നാട്ടില് പള്ളിക്ക് പോകുന്നില്ല ആളുകൾ. ഈ പള്ളി ഞങ്ങളുടെ സംഘടനാ ടീമിനെ തിരിച്ചു കിട്ടിയിട്ട് ഞങ്ങൾ നിസ്കരിക്കുള്ളൂ. അറിയങ്ങള് നാളെ പരലോകത്ത് പറയാൻ പറ്റുമോ? നാട്ടിൽ പ്രസിഡന്റ് ആയതുകൊണ്ട് ഞങ്ങൾ നിസ്കരിച്ചില്ല.
നാട്ടിൽ ഗ്രൂപ്പിസ് ഉണ്ടായതുകൊണ്ട് നിസ്കരിച്ചില്ല. പറയാൻ പറ്റുമോ? സതഫ്തരികു ഉമ്മതി അലാ 73 ഫിർഖ കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. ഒരൊറ്റ ടീം ഒഴിച്ച്, അതൊരു പ്രസ്ഥാനത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ മില്ലത്തൊഴിച്ച് ബാക്കി എല്ലാവരും നരകത്തിലേക്കാണ്. അതാരാ? അന അലൈഹി അൽയൗം വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്നേ ദിവസം എവിടെ നിന്നോ അവിടെ നിന്നവർക്കാണ് സ്വർഗത്തിലെത്താൻ പറ്റുന്നത് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പഠിക്കണം. നമ്മൾ ആരോടും വൈരാഗ്യം വെക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഒരാളോടും വിദ്വേഷം വെക്കേണ്ടതില്ല. വ്യക്തിപരമായി ഒരാളെയും അധിക്ഷേപിക്കേണ്ടതില്ല, ആരെയും ആക്ഷേപിക്കേണ്ടതില്ല. പക്ഷേ ആദർശനിബിഡമായ ഒരു ജീവിതം നയിക്കാൻ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. തെറിച്ചുപോയ തൗഹീദിന്റെ ഏറ്റവും മൂല്യവത്തായ ഭാഗങ്ങളിൽ നിന്ന് അഖീദയിൽ പിഴവ് സംഭവിക്കുന്നവർ നാട്ടിൽ പല വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സദസ്സിൽ ചോദിക്കാണ്, എവിടെയാണ് അല്ലാഹ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേ മറുപടി പറയും. അത് ആദർശം പഠിച്ചതുകൊണ്ടാണ്, അഖീദ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അയ്നല്ലാഹ്, എവിടെ അല്ലാഹ് എന്ന് ചോദിച്ചാൽ നാട്ടിലെല്ലാ മുസ്ലിങ്ങൾ ഒരേ മറുപടി പറയോ? അല്ലാഹു ഫിസ്സമാ എന്ന് പറയോ? അല്ലാഹു ഫിസ്സമാ എന്ന് പറയോ? തടവറയിൽ കിടക്കുന്ന പെണ്ണിനെ മോചിപ്പിക്കാനായിട്ടുണ്ട് നബിയെ എന്ന് സഹാബത്ത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുന്നിലേക്ക് കൊണ്ടുവാ, 2 ചോദ്യം ഞാൻ ചോദിക്കും, അതിന് മറുപടി പറയണം അവൾ. ഒന്നാമത്തെ ചോദ്യം എന്താ? അയ്നല്ലാഹ്, അല്ലാഹു എവിടെ? ആ സഹോദരി ആകാശത്തേക്ക് വെൽ ചൂണ്ടി അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ആകാശത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ മന്നാന, ഞാൻ ആരാന്ന് ചോദിച്ചു. ഞാൻ ആരാണെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന സ്ത്രീ പറയുമ്പോൾ അവളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. അല്ലേ? അല്ലാഹു തആല നമുക്ക് വേണ്ടി ദാ 1-ാം ആകാശത്തേക്ക് എല്ലാ രാത്രിയും ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരില്ലേ? എന്തുകൊണ്ടാ പരിഹസിക്കേണ്ടി വരുന്നത്? മനഹജ് തെറ്റിപ്പോകുന്നു. അല്ലേ? മുൻഗാമികളായ മുൻ തലമുറകളിൽ ജീവിച്ചു പോയ, റൂട്ട് തെറ്റിപ്പോയ ചില ത്വരീക്കത്തുകളുടെ ചിന്തകളും ആലോചനകളും പണ്ഡിത ലോബികളെ പിടികൂടുകയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിച്ചു പോകുന്നില്ല. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇ ദുനിയ, 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു തആല കുല്ല ലൈല, എല്ലാ രാത്രിയും ഇറങ്ങി വരും. എന്നോട് ചോദിക്കാനല്ല, ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ ഉത്തരം തരാം, ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ പുറത്തു തരാം. അതിനെ പരിഹസിക്കുന്ന പണ്ഡിതന്മാർ ഇന്ത്യയിലെ രാത്രിയല്ല, റഷ്യയിലും അമേരിക്കയിലും ജപ്പാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യ രാജ്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അള്ള എപ്പോഴാ കയറാന്ന് എന്ന് ചോദിക്കുന്നവർ, അത് വലിയ ബുദ്ധിയാന്ന് വിചാരിക്കുന്ന ആളുകൾ. അള്ള എപ്പോഴാ കയറാന്ന്? നമ്മൾ അള്ള കയറുന്നതും ഇറങ്ങുന്നതും കാൽക്കുലേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളാണ് നമ്മൾ ആണോ? ഇതൊക്കെ വലിയ ചോദ്യമാണെന്ന് വിചാരിക്കുന്നവർ. പക്ഷേ അല്ലാഹു തആല സിംഹാസനത്തിന്റെ മേലെയാണെന്ന് പറയുമ്പോൾ, അവിടെ ഉപവിഷ്ടനാണെന്ന് പറയുമ്പോൾ അതൊന്നും അങ്ങനെയല്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്നത് സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, തെറ്റിപ്പോയ ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് അടിത്തറയിൽ നിന്ന് മാറിയാൽ എല്ലാറ്റിലും പിഴവുകളും അബദ്ധങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിലൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് കൃത്യമായി നമ്മളെ ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ എന്താ പഠിപ്പിച്ചത്? അൽ ഈമാനു ബിമാ വസഫല്ലാഹു ബിഹി നഫ്സ ഫീ കിതാബിഹി വബിമാ വസഫ ബിഹി റസൂലുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഗൈരി തഹരീഫിൻ വലാ തഅതീലിൻ വമിൻ ഗൈരി തഖീഫിൻ വലാ തംസീലിൻ. എത്ര സുതാര്യാണ്! വ്യാഖ്യാനം നടത്താതെ, വലിച്ചു നീട്ടാതെ, രൂപപ്പെടുത്താതെ, രൂപങ്ങൾ പറയാതെ, സദൃശ്യപ്പെടുത്താതെ, ഉപമിക്കാതെ, നിഷേധിക്കാതെ. എങ്ങനെ അള്ളാഹിനെ പറ്റി പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുക. എങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചത് അങ്ങനെ വിശ്വസിക്കുക. അതാണ് ഒരു മുസ്ലിമിന്റെ ഡ്യൂട്ടി, ഒരു മുഅ്മിനിന്റെ ഡ്യൂട്ടി. അങ്ങനെ ഉണ്ടോ സമൂഹത്തിൽ? അള്ളാഹുവിന്റെ ഇറക്കത്തെക്കുറിച്ചും അള്ളാഹിന്റെ കയ്യിനെ കുറിച്ചും അള്ളാഹുവിന്റെ വജഹിനെ കുറിച്ചുമൊക്കെ എന്തിനാ സുഹൃത്തുക്കൾ അനാവശ്യമായ ചർച്ചയിലേക്ക് പോകുന്നത്? ഇതൊക്കെ അടിത്തറ തെറ്റിയാൽ ഉണ്ടാകുന്നതാണ്. അത് പറയാനാണ് വിഷയം. കുറേ പറയേണ്ടതല്ലേ? ഇതൊക്കെ അടിത്തറ തെറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പരാമർശം മാത്രം നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നും ജ്യോത്സ്യന്മാരെയും സിദ്ധന്മാരെയും യഥാർത്ഥ മന്ത്രം അറിയില്ല, ഇസ്ലാമിന്റെ മന്ത്രങ്ങൾ അറിയില്ല. കിടക്കാൻ നേരത്ത് പോലും കയ്യിലൂതി മന്ത്രിക്കുന്നത് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് വളരെ അടുത്ത കാലത്താ കുറെ ആളുകൾ. അമാനി മൊഴിയുടെ തഫ്സീർ കൂടി വായിക്കൂല. ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട സാധു ചോദിച്ചു, സൂറത്ത് ജിന്ന് സൂറത്തുണ്ടല്ലേ ഖുർആനില്? റസൂലുള്ളാഹിന്റെ ക്ലാസ് കേട്ടിട്ട് ജിന്നുകൾ മുസ്ലിങ്ങളായി എന്നുള്ള ആയത്ത് ഖുർആനിലുണ്ടായപ്പോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാണിച്ചു കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. നാടന്മാര് വലിയ മുജാഹിദിന്റെ ആളുകളാ, സലഫികളാ. പരിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളും ആയത്തുകളും ഒരാവർത്തി പോലും വായിക്കാതെയാണ്
റോഡിൽ ഇരുന്നിട്ട്, പിടികക്കൊലായിൽ ഇരുന്നിട്ട്, ബെഞ്ചിലിരുന്നിട്ട്, കടത്തിണ്ണയിൽ ഇരുന്നിട്ട് തർക്കിക്കാണ്. എന്ത് ജിന്ന് പോർന്ന് തർക്കം നടത്തുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകാനല്ല വേണ്ടത്. അറിയാത്ത കാര്യത്തിലൊന്നും ഉണ്ടാകും. എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. എന്തെങ്കിലും ഒന്ന് പറയാനുള്ളൊരു മാന്യത അത് കാണിക്കണില്ല. എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു നല്ല മനസ്സ് അതുപോലും കാണിക്കണില്ല. അറിയോ സുഹൃത്തുക്കളെ? അപ്പൊ അനാവശ്യമായ തർക്കത്തിൽ നമ്മൾ ഏർപ്പെടണ്ട. അനാവശ്യമായ തർക്കം അത് നമ്മുടെ ഭാഗത്താണ് ഹക്കെങ്കിലും പ്രിയപ്പെട്ട ഒരു അനാവശ്യമായ തർക്കം വേണ്ട. സ്വർഗത്തിൽ അവർക്കാണ് വീടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കാരും തോൽപ്പിക്കാനില്ല, നമുക്കാരുടെ മുമ്പിലും ജയിച്ച് കാണിക്കാനില്ല. പക്ഷെ ആദർശമായി പഠിക്കണം. കാരണം കയ്യിൽ ഊതലുണ്ട്. ആദ്യം കയ്യിൽ ഊതലുണ്ട്, സൂറത്തുകൾ ഓതിയിട്ട് ശേഷം ഊതലുമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെ, രണ്ട് കൈകളും ചേർത്ത് വെക്കുക. സുമ്മ നഫസ ഫീഹിമ, എന്നിട്ട് രണ്ട് കൈകളിലും ഊതുക. ഫഖറഅ, എന്നിട്ട് ഓതി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. എന്നിട്ട് മുഖവും തലയും ശരീരത്തിന്റെ കയ്യെത്തുന്ന ഭാഗങ്ങളൊക്കെ തടവി ഇങ്ങനെ 3 തവണ ആവർത്തിച്ചു. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു. കുറെ പ്രാർത്ഥനകളുണ്ട്. ബിസ്മിക റബ്ബി വലഅതു ജംബി, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, കൊച്ചു ദുആ. ഇതൊക്കെ ചൊല്ലിയിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. രോഗിന്റെ കൈ അടുത്ത് പോയി ഇരുന്നിട്ട്, ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ രോഗിയുടെ കട്ടിൽ ഇരുന്നിട്ട് നെറ്റിയിൽ കൈവച്ചുകൊണ്ട്, ഞാൻ സന്ദർശിക്കുന്നതാണ്, രോഗിയാണെങ്കിൽ നെറ്റിയിൽ കൈവച്ച് പതുക്കെ പറയണേ, അല്ലേ? അതൊരു മന്ത്രാണ്. നമ്മളിങ്ങനെ നോക്കുകയാണ്, അനുജം പതുക്കെ മന്ത്രിക്കുമ്പോ എന്താ ഇപ്പം ചെയ്യുന്നത് എന്ന്. അങ്ങനെയായിരുന്നു തലമുറ. പക്ഷേ മറുഭാഗത്ത് അതാ ജോത്സ്യനെയും സിദ്ധനെയും തങ്ങന്മാരെയും ബീവിമാരെയും സമീപിച്ചുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത പലരും, അള്ളാഹു നിരോധിച്ച പലതിലേക്കും ആളുകൾ എത്തിപ്പോകുന്നു. ജോത്സ്യനെയോ കൈനോട്ടക്കാരനെയൊക്കെ സമീപിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചു അവൻ പറയുന്നത് സത്യപ്പെടുത്തിയല്ലോ. അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ? സ്വഹാബി രോഗിയെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ തടവിയപ്പോൾ ഒരു നൂലുണ്ട്. എന്താന്ന് ചോദിച്ചു. ഇത് പനിക്ക് വേണ്ടി കെട്ടിയതെന്ന് പറഞ്ഞു. ഇതുമായി നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ ഞാൻ പങ്കെടുക്കൂല എന്ന്. കുറച്ച് ഓവറായില്ലേ? അങ്ങനെ നമ്മൾ ആരോടില്ല അത് പറഞ്ഞു നോക്കി. അപ്പൊ തന്നെ ദേഷ്യം പിടിച്ച് മൈക്കിലൊന്നും പറയേണ്ട ആവശ്യമില്ല. സുഹൃത്തെ, ഇത് കെട്ടി മരിച്ചാണ്ടല്ലോ മുക്മിനായി മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്നവരിൽ ഏലസ് കെട്ടിയിട്ടാ വരുന്നതെങ്കിൽ ഇതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? മൻ തഅല്ലക തമീമ ഫഖദ് അശ്റക, ശിർക്ക്, തമീമത്ത് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമ്മൾ എന്തായി? തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് ഇനി ഇത് ശിർക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, ബിദ്അത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ. ചുരുക്കി പറയാണ്, വേഗത്തിൽ പറയാണ്, പള്ളിയുടെ 4 കോർണറിൽ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 4 കോർണറിലും സഹാബാക്കൾ ചെയ്യില്ല, എവിടുന്നൊക്കെ വന്ന ആളുകള് ദിക്റൽക്ക നടത്തി. അന്നുണ്ടല്ലേ അപ്പത്? ഞാൻ അത് തെളിവാക്കുവോ? അന്നുണ്ട് പറഞ്ഞിട്ട് എന്താ? സബ്ബിഹു മിഅ, ഹമ്മിദു മിഅ, ഹല്ലിലു മിഅ, കബ്ബിറു മിഅ. ഓരോ ഗ്രൂപ്പ് ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ് 100 വട്ടം തക്ബീറില് ചരക്കല്ല് ഇങ്ങനെ നീക്കിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മറ്റേ മൂലയിൽ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മറ്റേ മൂലയിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മറ്റേ കോർണറില് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. പള്ളിക്ക് കയറി വന്ന സഹാബി കണ്ടു, മുതിർന്ന സഹാബികളുടെ വീട്ടിലേക്ക് ഓടി, ഓരെയും കൂട്ടി വന്നു, ചരക്കല്ല് പൊറുക്കിയിട്ട് പള്ളിന്റെ പുറത്തേക്ക് എറിഞ്ഞു, ഇറങ്ങി പോകാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന്. എന്താ ചൊല്ലിയത്? അല്ലാഹു അക്ബർ. എന്താ ചൊല്ലിയത്? അൽഹംദുലില്ലാഹ്. എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു. കുറച്ച് സ്ട്രോങ് ആണ് സഹാബത്ത്. പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വടിയാണിത്, ദ്രവിച്ചു പോയിട്ടില്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച കുപ്പായമാണിത്, നശിച്ചു പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കുകയാണോ? സഹാബത്തിന്റെ ചോദ്യമായിരുന്നു അത്, അല്ലേ? അപ്പൊ എവിടെയാണ് കണിശത പാലിക്കേണ്ടത്? അവിടെ കണിശത പാലിക്കണം. എവിടെ ആർദ്രത കാണിക്കേണ്ടത്? അവിടെ കാണിക്കണം. സാമൂഹ്യ ബന്ധങ്ങളും മര്യാദകളൊക്കെ നന്നായിട്ട് പാലിക്കണം. പക്ഷേ ആദർശത്തിന് കളങ്കമില്ലാത്ത വിധത്തിൽ കൃത്യമായി ആദർശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. അതിന് പഠിക്കണം നമ്മൾ സുഹൃത്തുക്കളെ. നന്നായിട്ട് വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എല്ലാ വിഷയത്തിലും. ബിദ്അത്തിന്റെ വിഷയത്തിൽ സമയത്തിന്റെ കുറവുണ്ട്, കോർവല്ലാതെ വേഗം ചാടി ചില കാര്യങ്ങൾ പറയാണ്. സുഹൃത്തുക്കളെ, നല്ല പഠനം നമ്മൾ നടത്തണം. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ഇനിയും കൂടുതൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ബിദ്അത്തുകളുടെ ഗൗരവം നമ്മൾ വളരെ ശക്തമായി
നിരന്തരമായി നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. ഈ ആദർശത്തിന്റെ മഹിമയുണ്ടല്ലോ, അത് കളങ്കമില്ലാതെ നെഞ്ചിലേറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. എന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇറങ്ങണം. സമൂഹത്തോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. പിന്നെ സർക്കത്തിലിരിക്കുന്ന മറ്റൊരു കാര്യം എന്താ, പെട്ടെന്ന് ആളുകളെ പ്രശ്നത്തിലാക്കുന്നത് ഗൈബാണ്. സാധാരണക്കാരോട് നിങ്ങൾ ചോദിക്കുക, ഉഹുദ് ഈ നാട്ടിൽ നിന്ന് കാണുന്ന ആളോട് ചോദിക്കുക കേട്ടോ, എന്റെ സമയം അവസാനിക്കാനായി. ഉഹുദ് എന്താ? ഉഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതില മുഹമ്മദ് എന്നാണ് ശത്രുക്കൾ പ്രയോഗിച്ച തന്ത്രം. സാധാരണക്കാരോട് ചോദിക്കുന്നത്, സഹാബത്താണ് അവിടെ ഉള്ളത്, ഔലിയാക്കന്മാരാണ് അവര്. അവർക്കിടയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴോ സഹാബത്ത് എന്ത് ചെയ്തു? ഒന്ന് പിറകോട്ടടിച്ചു. ചില ആളുകൾ വാളൊക്കെ താഴ്ത്തി പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് എന്തിനാ യുദ്ധം എന്ന് ചോദിച്ചു. അറിയോ, അവർ പ്രയോഗിച്ച തന്ത്രമായിരുന്നു അത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ട്, അതേ മൈതാനത്ത് അല്ലാഹുവിന്റെ റസൂലുണ്ട്, സഹാബത്തുണ്ട്, പൊടിപാറുകയാണ്. ആ കൂട്ടത്തിൽ നിന്ന് ശത്രുക്കൾ പ്രയോഗിച്ച തന്ത്രമാണ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ മുഹമ്മദ് മരിച്ചിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ തന്ത്രത്തിൽ സഹാബാക്കൾക്ക് പേടിയായി. അവർക്ക് മനസ്സിലായില്ല സുഹൃത്തുക്കൾ, അവരുടെ കൂട്ടത്തിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായില്ല. അറിയോ, അതൊക്കെ ഒരു സാധാരണ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്ന വലിയ വൈബിലേക്ക് എത്തുന്ന കാര്യമല്ല. അതുപോലും പ്രിയപ്പെട്ടവരെ സഹാബത്തിന് മനസ്സിലായില്ല. സാധാരണക്കാരോട് ചോദിക്കും, നിങ്ങള് ജൂത പെണ്ണ് സദ്യക്ക് ക്ഷണിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു, കൂടെ സഹാബിയുണ്ട്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇറച്ചിയിൽ വിഷങ്ങൾ എത്തി വെച്ചു കൊടുത്തു. നമ്മൾ ചോദിക്കാറില്ലേ, ആ ഇറച്ചിയിൽ നിന്നൊരു കഷ്ണമെടുത്ത് വായിലിട്ടു, സഹാബി വായിലിട്ടു, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് വായിലിട്ട് ആ ഇറച്ചി സഹാബി വയറ്റിലേക്ക് ഇറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിക്കളഞ്ഞു, അള്ളാന്റെ അറിയിപ്പ് മുഖേന തുപ്പിക്കളഞ്ഞു. മരണസമയത്ത് പോലും ജൂതപ്പെണ്ണെനിക്ക് ഇറച്ചിയിൽ വിഷം കലർത്തി തന്നതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുവെന്ന് ആ മരണസമയത്ത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മുത്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അവിടെ ചോദിക്കേണ്ടത് നമ്മൾ സാധാരണക്കാരോട്, ബൈലക്ഷ്യലും കാര്യത്തിലൊക്കെ നമ്മൾ സാധാരണ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചോദിക്കുക, നമ്മളെ ഉമ്മാനോട് വാപ്പാനോട് ചോദിക്കുക, റസൂലുള്ള അറിഞ്ഞിട്ട് കേട്ടോ ഈ സ്വഹാബീനെ കൊന്നതാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കാനാവോ ഒരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക്? അല്ലാഹുവിന്റെ റസൂല് മുന്നിൽ കിടക്കുന്ന ഇറച്ചിയിലെ വിഷം റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. സഹാബി മരിച്ചു, ആ സഹാബി റസൂലുള്ള ചതിച്ചതാണോ? ചതിക്കുകയില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, ചതിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണോ? അറിയില്ല. അല്ലാഹ് അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയുകയില്ല. സർവ ഗൈബുകളുടെയും സർവ അദൃശ്യകാര്യങ്ങളുടെയും ഖജനാവുകളും താക്കോലുകളും എല്ലാം പ്രിയപ്പെട്ടവരെ ആരടുക്കലാണ്? അള്ളാഹുവിന്റെ അടുക്കലാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അള്ളാഹിന്റെ അടുക്കലാണ് കേട്ടോ. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ ആർക്കും അറിയില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അറിയില്ല. അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ല അതൊരു കാര്യം അറിയുകയില്ല. അത് പറഞ്ഞിട്ടാണ് കളഞ്ഞുപോയ സാധനം കിട്ടാൻ അപ്പുറത്ത് പോകാൻ ഇപ്പുറത്ത് പോകാൻ. പ്രിയപ്പെട്ടവരെ, നാട്ടിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ന ജാറത്ത് പോയിട്ട് എന്താ കളഞ്ഞുപോയ സാധനങ്ങൾ ഇട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി 500-1000 ഇടുക. റമദാൻ മാസത്തിൽ അവസാനത്തെ 10 ആ പെട്ടി കള്ളം കൊണ്ടേ ആളുകൾ നിക്ഷേപിക്കുന്ന പെട്ടി. തമാശ കൊണ്ട് പറയല്ല, പത്രത്തിലൊക്കെ വാർത്തയാണ് നാട്ടില്. ആ പെട്ടി റമദാൻ മാസത്തിൽ അവസാനത്തെ 10 കള്ളനറിയാ റമദാൻ മാസത്തിൽ കൂടുതലിടാൻ സാധ്യത ഉണ്ട്. റമദാൻ മാസത്തിൽ അവസാനത്തെ 10 അതിന്റെ കുറ്റിയടക്കം പുഴക്കി കൊണ്ടുപോയി. ജാറ കമ്മിറ്റി വേറൊരു പെട്ടി വെച്ചിട്ട് 500 ഇട്ടാൽ ആദ്യം പോയ പെട്ടി കിട്ടണ്ടേ? നാട്ടുകാർക്ക് മാത്രമേ കിട്ടുള്ളൂ. നാട്ടുകാർക്ക് പോയാൽ അതിൽ 500 ഇട്ടാലും അത് കിട്ടുക. ഇതിൽ നിക്ഷേപിച്ച സർവ്വ ആളുകൾ നിക്ഷേപിച്ച പണവും പെട്ടിയും അടക്കം പോയി. അവർ പോലീസിൽ പരാതി, പത്രത്തിൽ വാർത്ത, തൊണ്ടി സഹിതം പെട്ടെന്ന് പിടികൂടി തരണം, ലക്ഷങ്ങൾ നഷ്ടമായിട്ടുണ്ട് അല്ലേ? എന്നിട്ട് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ സമൂഹം ആലോചിക്കുന്നുണ്ടോ? ഈ മുസ്ലിം ഉമ്മത്തിന് ഒരു ആലോചന നടത്തുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ കുറെ മുമ്പത്തെ സുഹൃത്തുക്കളെ ഒരു പടഞ്ചൻ പ്രസംഗം നടത്താനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇത് ഇങ്ങനെ തന്നെ പറയാൻ, പടഞ്ചൻ സംസാരം നടത്താൻ, സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി പറയാൻ, തൗഹീദിൽ ഒരു മാറ്റവുമില്ലാതെ എന്നും 2000, 2010, 2012 വരെ തൗഹീദ് പറഞ്ഞിട്ട് 2012 വരെ നമ്മുടെ നേതാക്കന്മാർക്കും നമുക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല. പിന്നെ 2013 കയറുമ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമുക്ക് അടിസ്ഥാനം തന്നെ മനസ്സിലായിട്ടില്ല എന്നവര്. അതെങ്കിലും ചിന്തിക്കട്ടെ. അടിത്തറ പോലും 2012 വരെ മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് മാറ്റമില്ല. അത് പറയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, ഒരു മാറ്റമില്ല. കൃത്യമായി തൗഹീദ് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു. മാറ്റമില്ലാതെ
വളരെ ആണക്കത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി നമുക്ക് അള്ളാഹുവിന്റെ ദീന് ഇന്നും അന്നും ഒരുപോലെ പറയാൻ ത്രാണി തരുന്നത് ആദർശത്തിന്റെ ശക്തമായ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഒന്നും കൂടുതലായി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ആലോചിക്കുക, ഞാനും നിങ്ങളും ഈ രംഗത്ത് ഒന്നുകൂടി ജാഗ്രത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. ഒന്നിലും കുറവ് വന്നിട്ടില്ല, ഏലസിൽ കുറവ് വന്നിട്ടില്ല, ഇല്ല. അതുപോലെ റാത്തീബുകളും കുത്തുറാത്തീബുകളും നമ്മുടെ നാട്ടിൽ ഇന്നും കുറവ് വന്നിട്ടില്ല. ഇറാഖിലെ ബാഗ്ദാദിൽ കിടക്കുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ 1000 വട്ടം വിളിച്ചാൽ കൊണ്ടോട്ടയിലും കാസർഗോഡിലും പയ്യന്നൂരിലും പ്രിയപ്പെട്ടവരെ അങ്ങ് തിരുവനന്തപുരത്തും വരുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് ഇന്നും കേരളത്തിലെ ഒരുപാട് മുസ്ലിങ്ങൾ. റൂമടക്കുന്നു, വാതിലടക്കുന്നു, ജനലടക്കുന്നു, എന്നിട്ട് വെള്ളം നടുക്ക് വെക്കുന്നു, അരിപ്പൊടി വിതറുന്നു, 1000 വട്ടം ഇന്നും വിളിക്കുന്നു. 2015-ലും 2014-ലും വിളിക്കുന്നു. മൊയ്തീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിക്കുന്നു. 1000 വട്ടം വിളിക്കുമ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ അതാ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി വന്ന് ഈ പൊടിയിലൂടെ ചവിട്ടിപ്പോയി വെള്ളത്തിൽ ഊതി പ്രത്യേകമായ അനുഗ്രഹം കൊടുത്ത് ആരോടും ഉണ്ടാതെ തിരിച്ചു പോകുന്നു. അല്ലേ? ഇത് ചോദ്യമല്ല, കഥയിലൊന്നും ചോദ്യമല്ല. എന്താ സലാം പറയാത്തത്, എന്താ മിണ്ടാത്തതൊന്നും ചോദ്യമല്ല. പക്ഷെ നടക്കുന്നു. വൈസൽ മുസ്ലിയാർ ഇടക്കിടക്ക് പറയലുണ്ട്, ബാക്കി പൊടി കാണണമെങ്കിൽ കേട്ടോ ആദ്യത്തെ പ്രധാന കാലിന്റെ കാലുമൊക്കെ നോക്കിയാൽ മതിയെന്ന്. പക്ഷെ ഞാനിത് തമാശക്ക് പറയല്ല, ഇന്നും നടക്കുന്നു. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, നാട്ടിൽ ഇന്നും ഇത് നടക്കുന്നു. ഇത്രയും ഉത്ബുദ്ധമായ ഒരു നാടായിട്ട് പ്രമാണങ്ങൾ പഠിക്കാൻ അവസരമുണ്ടായിട്ട് ഇന്നും വാശിക്ക് വേണ്ടി ഇത് നടപ്പിലാക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മുമ്പ് ചെറിയ കുറച്ച് കുട്ടികളും കുറച്ച് പ്രായമുള്ള ആളുകളും മാത്രമാണ് നബിദിന റാലി, അല്ലേ? ഇന്ന് പോയി നോക്കുങ്ങള്, യുവാക്കളെ അണിനിരത്തിയിട്ട് ബൈക്ക് റാലി, പട്ടാള വേഷം കെട്ടിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. പട്ടാള വേഷം കെട്ടിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇന്ത്യയുടെ മറുഭാഗത്ത് യേശുക്രിസ്തുവിന്റെ പ്രതീകമായി ഉണ്ണിയേശുവിനെ വെച്ചുകൊണ്ടും ഹൈന്ദവർ ഉണ്ണികൃഷ്ണനെ വെച്ചുകൊണ്ടും നടത്തുമ്പോ ഒരു ചെറിയ കുട്ടിയെ അണിയിച്ചൊരുക്കി ഇതുപോലെ തോപ്പടിപ്പിച്ച് അറബികളുടെ വട്ടുവെപ്പിച്ച് ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി നബിദിന റാലി നടത്തുന്നു. വാശിയാണ്. ആരോട് സുഹൃത്തുക്കളെ? ആരോടാ വാശി? ആരുടെ മുമ്പിലാണ് നമ്മൾ ഈ വാശി കാണിക്കുന്നത്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോളൂ, ദിക്റുകൾ വർദ്ധിപ്പിച്ചോളൂ, ഇല്ലാത്ത ദിക്റുകൾ ഇല്ലെന്ന് ധൈര്യമായി പറഞ്ഞോളൂ, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോളൂ. മലക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി പ്രിയപ്പെട്ടവരെ അനുഗ്രഹം ചൊരിഞ്ഞു കിട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹ് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെ? ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ. എല്ലാ ഖുതുബയിലും കേൾക്കും നമ്മള്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. നമ്മളെ പറ്റിയുള്ള പരാതി ഇവിടുത്തെ ആളുകൾക്ക് പോലും ഉണ്ട്. എന്ത്? നമ്മൾ സ്വലാത്ത് ഇല്ലാത്തവരാണ്. അപ്പുറത്ത് ഇല്ലാത്ത സ്വലാത്ത്, നാരിയ സ്വലാത്ത്, താജു സ്വലാത്ത്, നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത്, നാരിയ സ്വലാത്ത്, തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജ് എന്ന് തുടങ്ങുന്ന നാരിയ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉള്ള സ്വലാത്ത് ചൊല്ലാൻ ഒരു മടിയും നമ്മൾ കാണിക്കാൻ പാടില്ല. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ് ഖാലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ. ഇതിൽ വർദ്ധനവ് നടത്തുന്ന ആളുകളായി നമ്മൾ മാറണം. ദിക്റുകൾ ഇഷ്ടം പോലെ ചൊല്ലണം. ഇല്ലാത്ത ദിക്റുകൾ കെട്ടിയുണ്ടാക്കി പലതും വരച്ചുണ്ടാക്കി സമൂഹത്തെ തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ള ദിക്റുകൾ ഒരുപാട് ചൊല്ലാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്ന് തുടങ്ങുന്ന ദിക്റ് രാവിലെ 100 വട്ടം ചൊല്ലാനുണ്ട്, വൈകുന്നേരം 100 വട്ടം ചൊല്ലാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന നമുക്ക് ധാരാളം ചൊല്ലാനുണ്ട്. എത്രയോ ദിക്റുകളും പ്രാർത്ഥനകളും നമുക്ക് നടത്താനുണ്ട്. അങ്ങനെ മനോഹരമായ ഒരു ആദർശം കെട്ടിപ്പടുക്കുന്ന, എന്നിട്ട് മറ്റുള്ളവരോട് പറയാൻ അധികാരമുള്ള, സുന്നത്തുകൾ പാലിച്ചിട്ട് ബിദ്അത്തുകൾ എതിർക്കാൻ കഴിവുള്ള, തൗഹീദ് മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ടവരെ കുഫറിനെ എതിർക്കാൻ കഴിവുള്ള, ഈമാൻ മനസ്സിലാക്കിയിട്ട് അതിന്റെ നേരെ വിപരീതമായി നിൽക്കുന്ന സത്യനിഷേധത്തെ എതിർക്കാൻ കഴിയുന്ന ഒരു തലമുറയായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു വിശ്വാസത്തിന്റെ കരുത്ത് കിട്ടുക, നമ്മുടെ മനസ്സിന് ഒരു ശുദ്ധിയും സമാധാനവും കിട്ടുക. നാളെ വരാനിരിക്കുന്ന അതിഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള സന്ദർഭവും സാഹചര്യവും ഉണ്ടാവുക. അള്ളാഹുവിന്റെ കാരുണ്യം ചുറ്റിപ്പൊതിഞ്ഞാൽ മാത്രമേ നമുക്കൊരിക്കലും രക്ഷപ്പെടാനാവാത്ത നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നേരെ നരകത്തിലേക്കായിരിക്കും. നരകത്തിലെത്താൻ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. 5 നേരം നിസ്കരിക്കാതെ തന്നെ അവൻ കാഫിറായി, അല്ലെ? വേറെ കുറ്റമൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ സ്വർഗത്തിലെത്താൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണം. ഈ ദുനിയാവ് നമ്മളെ വഞ്ചിച്ച് കളയരുത്. ഈ ദുനിയാവ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മത്താഉൽ ഖുറൂർ, അത് വഞ്ചനയുടെ ചരക്കാണ്. പക്ഷെ വിശ്വാസിക്ക് മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമായി മാറണം. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമായി മാറണം. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിലുള്ള
ഒരു ജീവിത ശൈലിയിലേക്ക് ഞാനും നിങ്ങളും മാറുക. ആഖിറത്തിനെ നല്ലോണം ഓർക്കുക, മരണത്തെ നന്നായി ഓർക്കുക. നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കണ്ണുകളറിയാതെ നിറഞ്ഞു പോകും. കാരണം ഈ നാടിന്റെ പരിസര പ്രദേശത്താണ് പ്രിയപ്പെട്ടവരെ യുദ്ധങ്ങൾ നടന്നത്. അതേ ആ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളാണ് പറയുന്നത്, അല്ലാഹുവേ, ശത്രുക്കൾ എന്റെ കൈവെട്ടും, കാല് മുറിച്ചു മാറ്റും, ചെവി എറിഞ്ഞെടുക്കും, മൂക്ക് ചെത്തിയെടുക്കും, എന്റെ കഴുത്ത് അവരിൽ അവസാനമായി മുറിച്ചു മാറ്റും. പക്ഷേ ഒരു കൊട്ടയിലെ പാത്രത്തിൽ എന്നെ കൊണ്ടുവന്ന് നിന്റെ കോടതിയിൽ വെക്കുമ്പോ, അല്ലാഹുവേ, നിന്റെ കോടതിയിൽ വെച്ച് അറ്റുപോയ മുറിഞ്ഞുപോയ എന്റെ കൈ നിന്നോട് സ്വർഗം ചോദിക്കുമ്പോ തട്ടിക്കളയരുത് റബ്ബേ. മുറിച്ചു മാറ്റിയ കാല് നിന്നോട് സ്വർഗം ചോദിക്കുമ്പോ തട്ടിക്കളയല്ലേ അല്ലാ. അരിഞ്ഞെടുത്ത ചെവിയും ചെത്തിയെടുത്ത മൂക്കുമൊക്കെ നിന്നോട് സ്വർഗം ചോദിക്കുമ്പോ അല്ലാഹുവേ തട്ടിക്കളയല്ല അല്ലാ എന്ന് പ്രിയപ്പെട്ടവരെ സഹാബത്ത് പറഞ്ഞുകൊണ്ടാണ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത് എന്ന് ചരിത്രം നമ്മൾ വായിക്കുകയാണ്. വലത്തേ കൈയിൽ വാൾ പിടിച്ച കൈയിലേക്ക് വെട്ടുകിട്ടി. പ്രിയപ്പെട്ടവരെ, എല്ലൊടിഞ്ഞു തൂങ്ങി. ഈ തൊലിയിൽ തൂങ്ങി നിൽക്കുന്ന കൈയിൽ പിടിച്ച വാള് ഇടത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. എന്നിട്ട് യുദ്ധം തുടരുമ്പോ പക്ഷെ ഈ ആടിക്കളിക്കുന്ന കൈ തടസ്സമാണ്. മര്യാദക്ക് വാൾ പ്രയോഗിക്കാൻ പറ്റുന്നില്ല, തടുക്കാൻ പറ്റുന്നില്ല. ഈ കൈ ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. കുനിഞ്ഞു നിന്ന് കാലിന് ചുവട്ടിലേക്ക് അമർത്തിപ്പിടിച്ച് കൈ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞിട്ട് യുദ്ധം തുടർന്നു. അവർ അറിയോ, ജേട്ടന്റെ ശരീരത്തിൽ വെട്ടുകിട്ടി ജേട്ടൻ വീണപ്പോ പിറകിൽ നിൽക്കുന്ന അനുജന്റെ കുതിരയെ ഒന്ന് കടിഞ്ഞാണിട്ട് വലിച്ചു നിർത്തി. പക്ഷേ ആര്? ബേക്കിൽ നിൽക്കുന്ന ഈ യുദ്ധത്തിന്റെ പോരാളി. തൊട്ടപ്പുറത്ത് ഈ മരിച്ചു വീണ, വിട്ടുകൊണ്ട് മരിച്ചു വീണ അനുജനുണ്ട്. അനുജൻ പറയുന്നു, അതൊന്നും പ്രശ്നമാക്കേണ്ട, കുതിരകൾ മുന്നോട്ട് പോകട്ടെ എന്ന് സഹാബത്ത് പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇത് ഞാനൊരു പ്രസംഗത്തിന് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി പ്രയോഗിക്കുന്ന വർത്തമാനമല്ല, അല്ല, ഇത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ പോകാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ടാകും? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. ഈ ചോദ്യം നമ്മൾ ചോദിക്കണം നമ്മളോട്. എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ഈ സംസാരം കേൾക്കുന്ന വനിതകളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരുടെ ഭാര്യമാരെ, ത്യാഗത്തിന്റെ എന്ത് കഥ പറയാൻ നമുക്കുണ്ട്? നാഭിയുടെ കുത്തിക്കേറിയ കമ്പി മറുഭാഗത്ത് എല്ലുകളെ തള്ളി മാറ്റി മാംസങ്ങളെ വെന്തുരുക്കി കുടൽമാലകളെ ഉരുക്കിക്കളഞ്ഞ് ആ കമ്പി മറുഭാഗത്ത് വന്ന് ചോര വാർന്നൊലിച്ച് പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോ അവസാനത്തെ വാക്കായി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വായിക്കുമ്പോൾ അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ എന്തുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ കയ്യിൽ? എന്താ നമ്മൾ സമ്പാദിച്ചത്? കുറെ ജോലിയാണോ? കുറെ സാലറിയാണോ? നാട്ടില് 10 കൊല്ലോടെ ജോലി ചെയ്തുണ്ടാക്കിയ നാട്ടിലൊരു വീടാണോ? പ്രവാസികളെ, ഒന്നുമില്ലാത്തവരായി നമ്മൾ മാറരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സഹിച്ച ത്യാഗങ്ങൾ, നമ്മൾ കൊടുത്തത്, നമ്മൾ ചെലവഴിച്ചത്, ഭക്ഷിച്ചത്, പാവപ്പെട്ടവരെ സഹായിച്ചത് ഒക്കെ നമുക്ക് നാളെ മുതൽക്കൂട്ടായി വരണം, അല്ലേ? ആരെയും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല എന്ന ക്ലാസ് ആയിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ നടത്തിയത്. അതെ, അത് തന്നെയാണ് എനിക്ക് അവസാനങ്ങളോട് പറയാനുള്ളത്. ഒരാളെയും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ആരെയും പരിഹസിക്കാനും കുത്തിപ്പറയാനും തട്ടിപ്പറയാനും നിങ്ങൾ പോവണ്ട. നമ്മൾ ആദർശത്തെ പഠിച്ച് മനസ്സിലാക്കി അതിവേഗത്തിൽ ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ ഒരൊറ്റ കാര്യം നമ്മൾ ഓർക്കണം. എന്താണത്? എന്റെ മരണം എന്റെ തൊണ്ടക്കുടിയിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരു സ്വാർത്ഥത ഉണ്ടാവണം കേട്ടോ. ഒരു സ്വാർത്ഥത. ഓടി നടക്കുന്ന പ്രവർത്തകന്മാരെ, സംഘാടകരെ, മൗലവിമാരെ, പണ്ഡിതന്മാരെ, നാളെ പരലോകത്ത് ഇതൊക്കെ നീ പറഞ്ഞിട്ട് ഇതിനെതിരെ പ്രവർത്തിച്ചവനാണല്ലേ നീ എന്ന് ചോദിച്ച് കുടൽമാലകൾ പുറത്തു ചാടി ചക്കിൽ കറങ്ങുന്നത് പോലെ നരകത്തിൽ കിടന്ന് കറങ്ങുന്ന ഒരു ദയനീയമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അല്ലേ, ഞങ്ങൾ ഈ ദുർഗതിയിൽ പെട്ടുപോകാൻ കാരണം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞവരാണ്, പക്ഷെ അത് ഞങ്ങൾ പാലിക്കാത്തവരാണ്. ഇനിയോ ശിർക്കിന്റെ വഴിയിലൂടെ നടന്നു പോകുന്ന നമ്മുടെ ഉമ്മമാര്, വാപ്പമാർ, ജേട്ടന്മാർ, അനിയന്മാർ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് പറയുകയാണ്, അല്ലാഹുവേ, ഞങ്ങളെ പിടിപ്പിച്ചു കളഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ അവർക്ക്, ശാപം കൊടുക്കണേ അല്ലാ അവർക്ക് എന്ന് നാളെ പരലോകത്ത് പറയും. രക്ഷപ്പെടാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. നേതാക്കന്മാരാ ഞങ്ങളെ പഠിപ്പിച്ചു കളഞ്ഞത്, കുബറാക്കളാണ് ഞങ്ങളെ പഠിപ്പിച്ചു കളഞ്ഞത്, നാട്ടിലെ പ്രമുഖന്മാരാ ഞങ്ങളെ ചതിച്ചു കളഞ്ഞത്. അവർക്ക് ഇരട്ടി കൊടുക്കണേ അല്ല, അവരെ എല്ലാവർക്കും ഇരട്ടി, നിങ്ങൾക്കുണ്ട് അവർക്കുണ്ട്. ഇതൊക്കെ നാളെ പരലോകത്ത് സംഭവിക്കാനുള്ളതാണ്. ഈ ജീവിതം സത്യമാണെങ്കിൽ, ഖബർ സത്യമാണെങ്കിൽ, പുനർജീവിതം സത്യമാണ്, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്, വിചാരണ സത്യമാണ്. കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോ പ്രവാസികളായി ഇവിടെ ജീവിച്ച മനുഷ്യരെ ഈ സംസാരങ്ങളൊന്നും നമുക്ക് ഓർമ്മ വരും. പറഞ്ഞ എനിക്ക് ഓർമ്മ വരും, മാലി ഹാദൽ കിതാബ്, ഇത്
എന്തൊരു പുസ്തകമാണ്. ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വിട്ടുപോയിട്ടില്ലല്ലോ ഒന്നും. സൂചി അയൽവാസി കറഞ്ഞു ചോദിച്ചപ്പോഴേ കുശുമ്പ് കാണിച്ചിട്ട് കാണാനില്ല എന്ന് പറഞ്ഞ നോണ വരെ അതിലുണ്ടാവും. മനസ്സിലായോ? ഒരു സൂചി ചോദിച്ചപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞ നോണ വരെ അതിലുണ്ട്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വിട്ടുപോയിട്ടില്ലല്ലോ ഒന്നും, വിട്ടുപോയിട്ടില്ലല്ലോ ഒന്നും. മാറി ചിന്തിച്ചോളൂ, തീരുമാനങ്ങൾ എടുത്തോളി, ആ ജീവിതം ധന്യമാക്കാൻ ശ്രമിച്ചോളൂ. തൊണ്ടയിൽ ഗറഗറ ശബ്ദം വന്നാൽ പിന്നെ നമ്മുടെ തൗബ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല. മുഖത്തടിക്കുന്ന മലക്കുകൾ, മുതുകിലടിക്കുന്ന മലക്കുകൾ, വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചോ എന്ന് വിളിച്ചു പറയുന്നു. എടുക്കണോ രോഗപുറത്തേക്കെന്ന് മലക്കുകൾ ആക്രോശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹിക്കാനാവാത്ത രൂപം, സഹിക്കാനാവാത്ത വർത്തമാനം, ഒട്ടഹാസം. തൊട്ടടുത്ത് കിടക്കുന്ന ഉമ്മ അറിയുന്നില്ല വാപ്പ മരിക്കുമ്പോ, തൊട്ടടുത്ത് കിടക്കുന്ന വാപ്പ അറിയുന്നില്ല ഉമ്മ മരിച്ചു പോകുമ്പോ, ജ്യേഷ്ഠൻ അറിയുന്നില്ല അനിയൻ മരിക്കുമ്പോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം അനുഭവിക്കണം, സ്വന്തം അനുഭവിക്കണം. ആ വേദന സഹിക്കാൻ പറ്റാത്തതാണ്. അതൊരു കോപ്പയിൽ നിന്ന് മറുകോപ്പയിലേക്ക് ഒഴിക്കുന്നത് പോലെയാണ് വിശ്വാസിയുടെ മരണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? രക്ഷയില്ലാതെ നരകത്തിലെത്തിയാലോ? ഒരു കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ ആ കല്ല് നരകത്തിന്റെ അടിയിൽ പോയി തട്ടാൻ 70 കൊല്ലം വേണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോന്ന് വല്ലാതെ വേദനിച്ച് ചോദിക്കുമ്പോൾ അല്ല പറയാ കൊടുക്കാൻ വെള്ളം. സ്വർഗത്തിലെ ആളുകൾ തരൂല എന്ന് പറയും, അല്ല പറയും കൊടുത്തേക്ക്. ഏതാണ് വെള്ളം? വയുസ്ഖാ മിൻ മാഇൻ സദീദ്. മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീര്, ചലം, ചോര, ഇത് കലർന്ന് മഞ്ഞ നിറത്തിലായി തിളച്ചു മറിയുന്ന വെള്ളം കോരി ഒഴിക്കും തൊണ്ടയിലേക്ക്. തൊണ്ട പൊട്ടിച്ചെതറും. വസ്ത്രം വേണം നിങ്ങൾക്ക്, തരാമെന്ന് പറഞ്ഞ അല്ലാഹ് സറാബീലുഹും മിൻ ഖതിറാൻ. റോഡുണ്ടാക്കാൻ ഉപയോഗിച്ച ടാറില്ലേ സുഹൃത്തുക്കളെ, ആ ടാറ് കൊണ്ടുണ്ടാക്കിയ കുപ്പായം കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൽ കിടന്ന് ഒരു നൂല് പോലും ശരീരത്തിൽ അണിയാതെ വേശ്യകളുടെ കൂടെ, കാഫിറുകളുടെ കൂടെ, മുശ്രിക്കുകളുടെ കൂടെ, സത്യനിഷേധികളുടെ കൂടെ, തെമ്മാടികളുടെ കൂടെ വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോ ടാറിന്റെ കുപ്പായം കൊണ്ട് അവൻ അണിയിപ്പിക്കും. സറാബീലുഹും മിൻ ഖതിറാൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഖൂം എന്ന വൃക്ഷത്തിലെ കായ്ക്കനികൾ തീറ്റിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, സമയം വൈകിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അല്ലാഹു തആല ഇതൊരു അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പുണ്യകരമായ സംസാരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ വാക്കിൽ ഏതെങ്കിലും വ്യക്തികളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. സദുദ്ദേശത്തിലല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. ഖൈറായ സംസാരം നടത്താനും ഏറ്റവും നല്ല പ്രബോധനം നിർവഹിക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പലരും ഫാമിലിയായിട്ടോടെ ജീവിക്കാത്തവരായിരിക്കും, നാട്ടിലായിരിക്കും. സുഹൃത്തുക്കളെ, നാടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എല്ലാ നാടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. മൊബൈല് പലതും ഒക്കെ ഇവിടെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. പലതും മിസ്യൂസ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പേരൊക്കെ മുറുക്കാൻ വന്ന കുട്ടീനെ 60 വയസ്സുള്ള ചങ്ങാതിയാണ് ബലാത്സംഗം ചെയ്ത് കൊന്ന് ചാക്ക് കെട്ടിയിട്ട് അട്ടത്തിട്ടിട്ട് തെരയാൻ കൂടുന്നത്. നിങ്ങളൊക്കെ വായിച്ച വാർത്തയാണ്, അല്ലേ? പേരൊക്കെ മുറുക്കാൻ വന്ന കുട്ടീനെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന് ചാക്ക് കെട്ടി അട്ടത്തിട്ടിട്ട് ഈ 60 വയസ്സുള്ള വല്ലിപ്പന്റെ പ്രായമുള്ള മനുഷ്യൻ ടീച്ചേഴ്സിന്റെ കൂടെ തെരയാൻ കൂടുകയാണ്. മലയാളികളുടെ ലോകത്താണ് നമ്മളിത് കാണുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലേ? പാടവരമ്പിലൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ്, ചിത്രശലഭങ്ങളോട് വർത്തമാനം പറഞ്ഞ്, പൂവുകളോട് കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറഞ്ഞു വരുന്ന കുട്ടിയെ വാരിയെടുത്ത് കുറ്റിക്കാട്ട് കൊണ്ടുപോയി ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന 1 പവൻ സ്വർണ്ണാഭരണത്തിന് വേണ്ടി കഴുത്ത് ഞെരിച്ച് കൊല്ലാണ്, അല്ലേ? നമ്മൾ വായിക്കുന്ന വാർത്തകളാണ് സുഹൃത്തുക്കളെ. ലോകം വളരെ മോശമാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ശരിക്കിടപെട്ടോളൂ. മക്കളുടെ ധാർമ്മികമായ രംഗത്ത് നല്ല ശ്രദ്ധ ഉണ്ടാവണം. അവരേത് സ്ഥാപനത്തിൽ പഠിപ്പിക്കണം, എവിടെ പഠിപ്പിക്കണം, ഏത് ക്യാമ്പസിലാക്കണം, ക്യാമ്പസിന് പുറത്ത് വീടെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആരുടെ കൂടെയാക്കണം എന്നൊക്കെ ശരിക്കും ആലോചിച്ചോളി. നമ്മുടെ പിടുത്തത്തിൽ കിട്ടാത്ത വിധത്തിൽ അതീവ വേഗതയിൽ ഞാൻ പ്രോഫ് കോണിൽ പ്രിയപ്പെട്ടവരെ ഇരുന്നു. അവിടുത്തെ കൗൺസിലിംഗ് സെന്ററിൽ ഇരുന്നു. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞാൽ അവിടെ പറയണം കേട്ടോ, പേര് ഞാൻ പറയണില്ല. ആ കുട്ടി പറയാൻ എനിക്ക് 21 വയസ്സുള്ളൂ, 6 പെൺകുട്ടികളുമായി എനിക്ക് ശാരീരിക ബന്ധമുണ്ട്. നഊദുബില്ലാ, ഞാൻ തുറന്ന് പറയണം കേട്ടോ. അവസാനം ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആദ്യം നടന്ന 5 ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചതിയാണല്ലോ എന്ന് വിചാരിക്കുക. ഈ പ്രോഫ്കോണിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് മാപ്പ് തരൂ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ളവൻ ആ ജീവിതത്തിൽ 6 പെൺകുട്ടികളെ പ്രേമിച്ച്
ചതിച്ചു വഞ്ചിച്ച് കളഞ്ഞിരിക്കുന്നു. അറിയോ, ഇതാണ് ലോകം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അള്ളാഹു ഏറ്റവും നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പിടുത്തം കിട്ടാത്ത വിധത്തിൽ താളം തെറ്റി സഞ്ചരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ കാണുന്നത്. മൊബൈലുകളും ഇന്റർനെറ്റും ഒക്കെ വളരെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ലോകം. എന്തിനാണ് ഇങ്ങനെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയൊക്കെ ഉള്ള ഒരു മൊബൈൽ +1-ലും +2-ലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത് നമുക്കൊന്ന് ശരിക്കും ചിന്തിച്ചോളി. അതുകൂടി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നല്ല മക്കളായി കിട്ടാൻ. അവരിൽ നിന്ന് അള്ളാഹു നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കാതിരിക്കട്ടെ. ഭാര്യമാരിൽ നിന്ന് അള്ളാഹു നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കാതിരിക്കട്ടെ. ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും അള്ളാഹുവെ, പതറാത്ത മനസ്സുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ യാത്രയിലും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ വേഗത്തിൽ ഉത്തരം നൽകണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين.